അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹാദരണീയരായ അധ്യക്ഷൻ ജമാഅത്തെ ഇസ്ലാമി അസിസ്റ്റന്റ് അമീർ MI അബ്ദുൽ അസീസ് സാഹിബ്, വേദിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സ്നേഹാദരണീയരായ സദസ്യരെ, ഒരു ബഹുസ്വര സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായ 3 കാര്യങ്ങൾ വിശുദ്ധ വേദഗ്രന്ഥത്തിലെ 4 സൂക്തങ്ങളുള്ള ഒരു ചെറിയ അധ്യായം പരിചയപ്പെടുത്തുന്നുണ്ട്. ഖുറൈശ് എന്ന ഹെഡിങ്ങിലുള്ള അധ്യായം. ലഇലാഫി ഖുറൈശ് ഇലാഫിഹിം റിഹ്ലത ശിതാഇ വസൈഫ് ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂ വ ആമനഹും മിൻ ഖൗഫ്. 4 സൂക്തങ്ങളുള്ള ചെറിയ അധ്യായം ഒരു ബഹുസ്വര സമൂഹത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ 3 ഘടകങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതിലൊന്ന് ഇണക്കം എന്നതാണ്. ഐക്യം, സഹകരണം എന്നൊക്കെ നമുക്കതിനെ പറയാം. ഈലാഫ്. കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ കലുഷമാക്കിയ ലവ് ജിഹാദ് വിവാദം ഈ ഇണക്കത്തെ, സാമൂഹിക ഐക്യത്തെ, സഹകരണത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നായിരുന്നു. കോട്ടയത്തും തിരുവനന്തപുരത്തും ഇപ്പോൾ തൃശൂരിലും സംഘടിപ്പിക്കപ്പെട്ട ദിശ ഇസ്ലാമിക് എക്സിബിഷൻ, ഡയലോഗ് സെന്ററിന്റെ ദിശ ഇസ്ലാമിക് എക്സിബിഷൻ ഈ സാമൂഹിക ഐക്യവും സഹകരണവും ഇണക്കവും ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമാണ്. രണ്ടാമത്തേത് ഐശ്വര്യം എന്നതാണ്. അത്അമഹും മിൻ ജൂ എന്ന് ഈ അധ്യായം പരിചയപ്പെടുത്തുന്നു. വിശക്കുന്നവർക്ക് വിശപ്പടക്കുവാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് വേണമെങ്കിൽ നമുക്കതിനെക്കുറിച്ച് പറയാം. ദിശ എക്സിബിഷനിലൂടെ നമ്മൾ കണ്ട പലിശ എന്നത് സാമ്പത്തിക തകർച്ചയുടെ മുതലാളിത്ത ചിഹ്നമാണ്. ദിശയിലൂടെ നാം കണ്ട സക്കാത്ത് എന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ അത്യുദാത്തമായ ഒരു മാതൃകയാണ്. ഇണക്കവും ഐശ്വര്യവും പോലെ ഒരു ബഹുസ്വര സമൂഹത്തിന്റെ നിലനിൽപ്പിന്, രാജ്യത്തിന്റെ നിലനിൽപ്പിന്, സമൂഹത്തിന്റെ മുന്നോട്ടു പോക്കിന് ഏറ്റവും അനിവാര്യമായ ഒന്നാണ് സുരക്ഷിതത്വം എന്നത്. ഈ അധ്യായം പഠിപ്പിക്കുന്ന 3ാമത്തെ കാര്യം അതാണ്. വ ആമനഹും മിൻ ഖൗഫ്, ഭീതിയിൽ നിന്നുള്ള മോചനം, നിർഭയത്വം, സുരക്ഷിതത്വം, സെക്യൂരിറ്റി. ദിശ എക്സിബിഷൻ കണ്ടപ്പോൾ ആദ്യമേ നമ്മൾ കാണുന്നത് മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട, സാമൂഹ്യനീതിയെ ചോദ്യം ചെയ്യുന്ന ചില ചിത്രങ്ങളായിരുന്നു. ഗോണ്ടനോമയും അബൂ ഖുറൈബും മുത്തങ്ങയുമൊക്കെ നമ്മൾ കണ്ടു. കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്ത മനുഷ്യാവകാശ ലംഘന പ്രവർത്തനങ്ങളും നമുക്കറിയാം. വർക്കലയിൽ ദലിത് മുദ്രകുത്തി ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് നമുക്കറിയാം. രാഹുലൻ സാർ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഇന്ത്യയിലെ ഭീകരതയെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ത്യയിലെ ഭീകരതയുടെ സ്വരൂപമായി നക്സലൈറ്റുകളും മാവോവാദികളും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നുവെന്ന്. ഒരാളെ നിങ്ങൾക്ക് ഈ രാജ്യത്ത് ഭരണകൂട ഭീകരതയുടെ പേരിൽ, മനുഷ്യാവകാശ ലംഘനത്തിന്റെ പേരിൽ പീഡിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ നിങ്ങൾക്ക് നക്സൽ എന്ന് വിളിക്കാം, അദ്ദേഹത്തെ നിങ്ങൾക്ക് മാവോവാദി എന്ന് വിളിക്കാം, അദ്ദേഹത്തെ നിങ്ങൾക്ക് ദലിത് തീവ്രവാദി എന്ന് വിളിക്കാം, അദ്ദേഹത്തെ നിങ്ങൾക്ക് മുസ്ലിം ടെററിസ്റ്റ് എന്ന് വിളിക്കാം. ഭീകരതാ മുദ്ര ചുമത്തി രാജ്യത്ത്
ഭരണകൂട ഭീകരതയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. സാമ്രാജ്യത്വ അധിനിവേശത്തിന്റെ പേരിൽ നടമാടിയ അബൂ ഖുറൈബും ഗോണ്ടനാമോയും അടക്കം ദേശീയ തലത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയിലെടുക്കുമ്പോൾ ഈ കാര്യം നമുക്ക് ബോധ്യപ്പെടും. നമ്മുടെ ചർച്ചകളിൽ, നമ്മുടെ മീഡിയ ചർച്ചകളിലൊന്നും കടന്നു വരാറില്ലാത്ത ഇന്ത്യയിലെ ഒരു ഭൂപ്രദേശമാണ് സൗത്ത് ഈസ്റ്റ് ഇന്ത്യ എന്നത്, വടക്ക് കിഴക്കൻ ഇന്ത്യ. ഈയിടെ നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കും, ഇറോം ശർമിള എന്ന് പറയുന്ന ഒരു സ്ത്രീ 10 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ പോരാട്ടം, അതിന്റെ ഭാഗമായി നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ പ്രശ്നങ്ങൾ ഇന്ത്യയുടെ മാധ്യമങ്ങളിൽ, നമ്മുടെ ചർച്ചകളിലൊക്കെ കടന്നു വരാറുണ്ട്. നോർത്ത് ഈസ്റ്റ് ഇന്ത്യ എന്നത് ഇന്ത്യയുടെ ഭീകരതയുടെ പ്രദേശമായി, ഭീകരത പൊട്ടിപ്പുറപ്പെടുന്ന പ്രദേശമായി ഇന്ത്യൻ ഭരണകൂടവും ഇന്ത്യൻ സമൂഹവും ഒക്കെ പറയുന്ന ഒരു പ്രദേശമാണ്. 19ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് കൊളോണിയലൈസേഷന്റെ കാലത്ത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങൾ, 4500 കിലോമീറ്റർ അതിർത്തി പ്രദേശങ്ങൾ അതിർത്തി പങ്കിടുന്നത് ഭൂട്ടാൻ, ബർമ്മ, തിബത്ത് എന്നീ 3 പ്രദേശങ്ങളോടാണ്. ബ്രിട്ടീഷ് കൊളോണിയലൈസേഷൻ ഈ 3 രാജ്യങ്ങളോടുമുള്ള അതിർത്തി ബന്ധങ്ങൾ തകർത്തു കളഞ്ഞു. ബ്രിട്ടീഷുകാർ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ സമ്പത്തുകൾ, വിഭവങ്ങൾ കൊള്ളയടിക്കുകയും അയൽ രാജ്യങ്ങളിൽ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്തു. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ ആളുകൾ പട്ടിണിക്കിരയായി. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ദേശീയവാദികൾ എന്ന് നമ്മൾ മുദ്ര കുത്തുന്നവർ, നാഷണലിസത്തിന്റെ പേരിൽ, ദേശീയതയുടെ പേരിൽ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയോട് എന്ത് സമീപനമാണ് സ്വീകരിച്ചത്? നോർത്ത് ഈസ്റ്റ് ഇന്ത്യയോട് സ്വീകരിച്ച സമീപനം നമുക്ക് കാണാൻ സാധിക്കും. തികഞ്ഞ അവഗണനയുടെ സമീപനമായിരുന്നു. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഡെവലപ്മെന്റിന്, ഇന്ത്യയുടെ വികസനത്തിന് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുവാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല. നമുക്ക് ഇമ്പോർട്ടിംഗ് നടത്താൻ പറ്റുന്ന, ഇറക്കുമതി നടത്താൻ പറ്റുന്ന ഒരു പ്രദേശം. പക്ഷെ ഇന്ത്യയുടെ ഇറക്കുമതി ഏറ്റവും കൂടുതൽ നടക്കുന്നത് ചെന്നൈ, കൊൽക്കത്ത, വിശാഖപട്ടണം തുടങ്ങിയ ഇന്ത്യയുടെ ഹൃദയഭാഗങ്ങളിലൂടെയാണ്. ഇറക്കുമതിക്ക് ഏറ്റവും എളുപ്പമുള്ള നോർത്ത് ഈസ്റ്റിനെ അവഗണിക്കുകയും ഇന്ത്യയുടെ ഹൃദയഭാഗങ്ങളിലൂടെ ഇറക്കുമതി ചെയ്യുന്നതിലൂടെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു കൊൽക്കത്തയിൽ നിന്ന് ഒരു ചാക്ക് സിമന്റ് നോർത്ത് ഈസ്റ്റിലെ ഒരു പ്രദേശത്തെത്തണമെങ്കിൽ നോർത്ത് ഈസ്റ്റുകാരൻ വാങ്ങുന്ന ഒരു ചാക്ക് സിമന്റിന്റെ 60% വില കൂടുതൽ നൽകേണ്ടി വരുന്നു. ആസാം എന്ന് പറയുന്ന നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ ഒരു പ്രദേശത്ത് ഇന്ത്യയുടെ പെട്രോളിയം ഉൽപാദനത്തിൽ 1/4 നൽകുന്നത് ആസാമാണ്. തീവ്രവാദികൾ മുദ്ര കുത്തപ്പെടുന്ന ആസാം 1/4 ഓഫ് ദി പെട്രോളിയം മാനുഫാക്ചറിംഗ് നൽകുന്നത് നമുക്ക് ആസാമാണ്. ആസാമിന് പെട്രോളിയം റവന്യൂ ആയി ലഭിക്കുന്നത് ഒന്നുമില്ല എന്ന് കാണുവാൻ സാധിക്കും. മറ്റു പ്രദേശങ്ങളിലാണ് പ്രോസസിംഗ് നടക്കുന്നത്. ഇങ്ങനെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രദേശം, ഈ പ്രദേശത്തെ ഭീകരതയുടെ പേരിലാണ് ഇന്ത്യ ഇന്ന് മുദ്ര കുത്തപ്പെടാറുള്ളത്. ഇന്ത്യൻ ഭരണകൂടവും നോർത്ത് ഈസ്റ്റ് ഇന്ത്യയെ ഭീകരതയുടെ ആളുകളായിട്ടാണ് പറഞ്ഞ് പഠിപ്പിക്കാറുള്ളത്. ഒരു ഭാഗത്ത് വികസനം അവർക്ക് നിഷേധിച്ചു, മറുഭാഗത്ത് അവരുടെ മേലിൽ സെക്യൂരിറ്റി, സുരക്ഷിതത്വം എന്നത് അവർക്ക് നിഷേധിക്കുന്നു. 1947 സ്വാതന്ത്ര്യത്തിന് ശേഷം 1958 എത്തുമ്പോൾ AFSPA എന്ന് പറയുന്ന ഒരു ആക്ട്, ഒരു നിയമം ഇന്ത്യൻ ഗവൺമെന്റ് കൊണ്ടുവരികയുണ്ടായി. ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് എന്ന ഒരു നിയമം കൊണ്ടുവരികയുണ്ടായി. ഈ നിയമം എന്നത് ഇന്ത്യയിലെ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ സൈന്യത്തിന് അധികാരം നൽകുന്ന ഒരു നിയമമാണ്. ഇന്ത്യയിൽ ഭരണകൂടമാണോ സർക്കാരാണോ ഭരിക്കേണ്ടത്, സൈന്യമാണോ പട്ടാളമാണോ ഭരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഒരു നിയമമാണ്. AFSPA എന്നത് സൈന്യം, പട്ടാളം, രാജ്യം ഭരിക്കട്ടെ എന്ന് തീരുമാനിക്കുന്ന ഒരു നിയമമാണ്. 1958 AFSPAയുടെ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ടിന്റെ അനുസരിച്ച് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ പട്ടാളം, ഇന്ത്യൻ ആർമി, ഇന്ത്യൻ മിലിറ്ററി
നിരവധി പീഡന പ്രവർത്തനങ്ങൾ അഴിച്ചുവിടുകയുണ്ടായി. കൊള്ളയും കൊലപാതകവും കൊള്ളയടിയും നടന്നു, ബലാത്സംഗങ്ങൾ നടന്നു, സ്ത്രീകളെ റേപ്പ് ചെയ്യുകയുണ്ടായി. 2000 നവംബർ 1 നമുക്കറിയുന്ന മാലോം കൂട്ടക്കൊല എന്ന് പറയുന്ന 10 നിരപരാധികളായ സ്ത്രീകളെ റേപ്പ് ചെയ്ത് കൂട്ടക്കൊലയ്ക്ക് വിധേയമാക്കുകയുണ്ടായി. 2000 നവംബർ 1 തുടർന്ന് നവംബർ 2 അവിടത്തെ തന്നെ സമരം പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇറോം ശർമിള എന്ന് പറയുന്ന മണിപ്പൂർ കവയിത്രി സമര മുന്നണി പോരാളിയായി മുന്നോട്ട് വന്നു. അവർ സമരം പ്രഖ്യാപിച്ചു. ഞാൻ ഇനി മുതൽ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നു. ഞാൻ ഇനി മുതൽ എന്റെ മുടി ചീകിക്കെട്ടുകയില്ല. ഞാനിനി മുടിയിൽ എണ്ണ തേക്കുകയില്ല. ഞാനിനി കാലിൽ ചെരുപ്പ് ധരിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 2000 നവംബർ 2 ഇറോം ശർമിള എന്ന മണിപ്പൂർ കവയിത്രി സമരരംഗത്തേക്ക് ഇറങ്ങുകയുണ്ടായി. ഇറോം ശർമിളയുടെ സമരം 10 വർഷം പിന്നിട്ടിരിക്കുന്നു. 10 വർഷം പിന്നിട്ട ഈ സമരത്തോട് നമ്മൾ ഭീകരവാദികൾ എന്ന് പറയുന്ന ഈസ്റ്റ് ഇന്ത്യക്കാരുടെ സമര മുന്നണി പോരാളികളോട് എന്ത് സമീപനമാണ് ഇന്ത്യൻ ഭരണകൂടം സ്വീകരിച്ചത്? നക്സലിസ്റ്റുകൾ എന്ന് നിങ്ങൾക്ക് വിളിക്കാം, മാവോവാദികൾ എന്ന് നിങ്ങൾക്ക് വിളിക്കാം, മുസ്ലിം തീവ്രവാദികൾ എന്ന് നിങ്ങൾക്ക് വിളിക്കാം, ദലിത് തീവ്രവാദികൾ എന്ന് വിളിച്ച് നിങ്ങൾക്ക് ഇവിടെയുള്ള ആളുകളെ ഭീകരതയുടെ സിംബലുകളായി നിങ്ങൾക്ക് ചിത്രീകരിക്കാം. എന്ത് സമീപനമാണ് നിങ്ങൾ സ്വീകരിച്ചത്? ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് അമെന്റ്മെന്റ് വരുത്തുവാൻ ഇന്ത്യൻ ഭരണകൂടം സന്നദ്ധമായില്ല. മറിച്ച് ഈ സമരനായികയെ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു എന്നതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. എന്ത് സമീപനമാണ് നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? ഡെവലപ്മെന്റ് ഏറ്റവും കൂടുതൽ ലഭിക്കേണ്ട ഒരു സമൂഹത്തോട്, സെക്യൂരിറ്റി ഏറ്റവും കൂടുതൽ ലഭിക്കേണ്ട ഒരു സമൂഹത്തോട്, ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റും സെക്യൂരിറ്റിയും ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ട, ഫീൽ ചെയ്യേണ്ട ഒരു സമൂഹത്തോട് ഡെവലപ്മെന്റിന്റെയും സെക്യൂരിറ്റിയുടെയും ഇരകളാക്കി നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. വികസനത്തിന്റെ ഇരകൾ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ മനുഷ്യരായി മാറുന്നു. സെക്യൂരിറ്റിയുടെ ഇരകളും അവിടുത്തെ ട്രൈബൽ പീപ്പിളുകളായി മാറുന്നു. ആദിവാസികൾ വികസനത്തിന്റെ ഇരകളായി മാറുന്നു, സെക്യൂരിറ്റിയുടെ ഇരകളായി മാറുന്നു. ഈ സെക്യൂരിറ്റി പ്രോബ്ലംസിനിടയിൽ, ഡെവലപ്മെന്റിന്റെ ഇരകൾക്കിടയിൽ സമരങ്ങൾ പൊട്ടിപ്പുറപ്പെടുമ്പോൾ അതിനെ ഭീകരവാദത്തിന്റെ മുദ്ര കുത്തുകയും ചെയ്യുന്നു. എന്ത് സമീപനമാണ് നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? ഡെമോക്രസി എന്നത് ഒരു തമാശയായി മാറിയിരിക്കുന്നു. ഹർഷ് മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഡെമോക്രസി എന്നത് ഒരു തമാശയാണ്. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഡെമോക്രസി എന്നത് ഒരു തമാശയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ത്യയിൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സൈനികവൽക്കരിക്കപ്പെട്ട ഒരു പ്രദേശമാണ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. 10 മനുഷ്യർക്ക് ഒരു പട്ടാളത്തെയാണ് ഇന്ത്യ അവിടെ നിയോഗിച്ചിരിക്കുന്നത്. 10 മനുഷ്യരുണ്ടെങ്കിൽ ഒരു പട്ടാളം അവരെ നോക്കും. പട്ടാളം ഭരിക്കട്ടെ, സൈന്യം ഭരിക്കട്ടെ എന്ന് തീരുമാനിക്കുക. സൈന്യം കിടന്ന് ബലാത്സംഗത്തിന് റേപ്പ് ചെയ്യുക, സ്ത്രീകളെ റേപ്പ് ചെയ്യുക, എന്നിട്ട് അവരെ ഭീകരവാദികളായി മുദ്രകുത്തുക. സാൽവാ ജുദൂം എന്ന് പറയുന്ന ഒരു സംഘത്തെ നമ്മുടെ തന്നെ രാജ്യം ഉണ്ടാക്കിയിരുന്നു. സാൽവാ ജുദൂം എന്ന് പറയുന്ന സംഘത്തിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നതിന്റെ പേരിലാണ് ഡോക്ടർ ബിനായക് സെൻ എന്ന് പറയുന്ന മനുഷ്യനെ ഇന്ത്യൻ ഭരണകൂടം, ഛത്തീസ്ഗഡ് ഭരണകൂടം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് നമുക്ക് കാണാം. സാൽവാ ജുദൂമിലൂടെ നക്സൽ മുദ്രകുത്തി ആളുകളെ കൊല ചെയ്യുന്നതിന് വേണ്ടി ഫണ്ട് ഇറക്കുകയും ട്രെയിനിങ് നൽകുകയും ആയുധം നൽകുകയും ചെയ്തു നമ്മൾ. എന്നിട്ട് സാൽവാ ജുദൂമിന്റെ സത്യാവസ്ഥ കൊണ്ടുവന്ന മനുഷ്യാവകാശ, സാമൂഹിക, ആരോഗ്യ, വിദ്യാഭ്യാസ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. എന്ത് സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? ഡെമോക്രസി എന്നത് തമാശയുടെ അടയാളമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നക്സൽ എന്ന് വിളിക്കാം, നിങ്ങൾക്ക് മാവോവാദി എന്ന് വിളിക്കാം, ദലിത് എന്ന് വിളിക്കാം, മുസ്ലിം എന്ന് വിളിക്കാം, എന്നിട്ട് അവരെ നിങ്ങൾക്ക് തീവ്രവാദി എന്ന് മുദ്രകുത്തുകയും ചെയ്യാം. എന്താണ് ഇവിടുത്തെ മുസ്ലിം ചെറുപ്പക്കാർ ചെയ്യേണ്ടത്? മുസ്ലിം വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത്? പഠിക്കാൻ പോവാതെ വീട്ടിലിരുന്നാൽ ഇവന് മതബോധമില്ല, വിജ്ഞാനമില്ല, വൈകാരികതയിൽ നിന്ന് ഇവൻ ടെററിസ്റ്റ് ആകുന്നു എന്ന് പറയുന്നു. അവൻ മദ്രസയിൽ പോയാൽ മദ്രസ ഭീകരവാദത്തിന്റെ കേന്ദ്രമാണ്. ഭീകരവാദത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് പുറത്തു വരുന്ന മുസ്ലിം ടെററിസ്റ്റാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ കോളേജിൽ പോയാൽ ചെങ്ങാത്തത്തിൽ ഏർപ്പെടാതെ മാറി നിന്നാൽ സ്ലീപ്പിംഗ് സെൽ ടെററിസ്റ്റുകൾ എന്നവനെ മുദ്രകുത്തുന്നു. അവനെങ്ങാനും ചെങ്ങാത്തത്തിൽ ഏർപ്പെട്ടാൽ അവൻ ലവ് ജിഹാദ് ടെററിസ്റ്റായി മാറുന്നു.
അവൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ, പ്രൊഫഷണലായി മാറിയാൽ അവനെ നിങ്ങൾ ഹൈടെക് ടെററിസ്റ്റ് എന്ന് വിളിക്കുന്നു. എന്താണ് ഭീകരവാദത്തിന്റെ മാനദണ്ഡം? ഞാൻ നേരത്തെ സൂചിപ്പിച്ച AFSPAയുടെ മാനദണ്ഡം എന്താണ്? ക്രൈറ്റീരിയ എന്താണ്? ഒരു പ്രദേശത്തെ പ്രശ്നബാധിത പ്രദേശമായി, ഭീകരതയുടെ പ്രദേശമായി നാം മുദ്രകുത്തുന്നത് എങ്ങനെയാണ് എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. ഗവർണറുടെ ഇന്ത്യൻ സെൻട്രൽ ഗവൺമെന്റ് ഗവർണറുടെ പെർമിഷനോടുകൂടിയാണ് ഒരു പ്രദേശം പ്രശ്നബാധിത പ്രദേശമാക്കി മാറ്റുന്നത്. ഈ പ്രശ്നബാധിത പ്രദേശത്തിന്റെ ക്രൈറ്റീരിയ എന്തെന്ന് നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് ആരെയും ഭീകരവാദി എന്ന് മുദ്രകുത്താം, നിങ്ങൾക്കാരെയും തീവ്രവാദി എന്ന് മുദ്രകുത്താം, നിങ്ങൾക്കാരെയും നക്സലിസത്തിന്റെയും മാവോവാദിയുടെയും ദലിതിന്റെയും മുസ്ലിമിന്റെയും പേര് പറഞ്ഞ് ടെററിസ്റ്റായി നിങ്ങൾക്ക് മുദ്രകുത്താൻ സാധിക്കും. ഒരു രാജ്യത്തിന്റെ സുരക്ഷിതത്വം എന്നത് ഏറ്റവും വലിയ പ്രശ്നമാണ്. ഈ സുരക്ഷിതത്വത്തിന് വേണ്ടി, ബഹുസ്വരമായ സമൂഹത്തിന്റെ മുന്നോട്ടു പോക്കിന് വേണ്ടി 3 കാര്യങ്ങളാണ് വിശുദ്ധ വേദഗ്രന്ഥത്തിലെ 4 സൂക്തങ്ങളുള്ള ഖുറൈശ് എന്ന അധ്യായം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇണക്കമുള്ള, ഐശ്വര്യമുള്ള, സെക്യൂരിറ്റിയുള്ള, സുരക്ഷിതത്വ ബോധമുള്ള, നിർഭയത്വമുള്ള ഒരു സമൂഹത്തിന്റെ പുനർനിർമ്മാണത്തിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ടു പോകുവാൻ സാധിക്കുകയുള്ളൂ. ഡയലോഗ് സെന്റർ ദിശ എക്സിബിഷൻ സംഘടിപ്പിക്കുന്നതിലൂടെയും ലക്ഷ്യം വെക്കുന്നത് ഇത് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർള് ഫകഅന്നമാ ഖതല നാസ് ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ നാസ് ജമീഅ എന്ന് വിശുദ്ധ വേദഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു വ്യക്തിയെ കൊല ചെയ്യുകയാണെങ്കിൽ ഒരു സൊസൈറ്റിയെ മുഴുക്കെ കൊല ചെയ്യുന്നതിന് തുല്യമാണ്. നിങ്ങൾ ഒരു മനുഷ്യന് ജീവിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ അത് ഈ സൊസൈറ്റിയുടെ, ഈ സമൂഹത്തെ മുഴുവനും ജീവിക്കുവാൻ അനുവദിച്ചതിന് തുല്യമാണ്. വിശുദ്ധ പ്രവാചകൻ അദ്ദേഹത്തിന്റെ അവസാനത്തെ പ്രഭാഷണത്തിൽ ഈ ലോകത്തോട് ചില സന്ദേശങ്ങൾ, മനുഷ്യാവകാശ സന്ദേശങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ജാഹിലിയ്യ കാലത്തെ ആചാരങ്ങൾ വെടിയണം. നിങ്ങളുടെ സ്വത്തും നിങ്ങളുടെ ധനവും നിങ്ങളുടെ ശരീരവും അഭിമാനവും പവിത്രമാകുന്നു. നിങ്ങൾ ഏക സമൂഹമാകുന്നു. നിങ്ങൾ ആദമിന്റെ പുത്രരാണ്. ആദം മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ്. നിങ്ങൾക്കിടയിൽ ശ്രേഷ്ഠതയ്ക്ക് അറബിക്കും അനറബിക്കും ഇടയിൽ ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ യാതൊരുവിധ വ്യത്യാസവുമില്ല. നിങ്ങൾ പരസ്പരം അംഗീകരിച്ച്, പരസ്പരം സഹകരിച്ച് ഐശ്വര്യപൂർണമായ, സുരക്ഷിതപൂർണമായ ഒരു ജീവിതം നയിക്കുവാൻ സന്നദ്ധമാവണമെന്ന് വിശുദ്ധ പ്രവാചകൻ അദ്ദേഹത്തിന്റെ സമാപന പ്രഭാഷണത്തിൽ സൂചിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു ബഹുസ്വര സമൂഹത്തിന്റെ മുന്നോട്ടു പോക്കിന് അനിവാര്യമായ ഐക്യവും സഹകരണവും സാഹോദര്യവും ഐശ്വര്യപൂർണമായ ജീവിതവും സുരക്ഷിതത്വ നിർഭയത്വ ജീവിതവും നൽകുവാൻ നാം നമ്മുടെ ജീവിതത്തിൽ ശ്രമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് എവർക്കും നന്ദി. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ബഹുമാന്യരും സമാദരണീയരുമായ വേദിയിലെയും സദസ്സിലെയും സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, ഇസ്ലാം ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇസ്ലാം ഏറെയും അടുത്ത കാലത്തായി വിലയിരുത്തപ്പെടുന്നത് ഭീകരവാദത്തോടും തീവ്രവാദത്തോടും ബന്ധപ്പെടുത്തിയുള്ള ചർച്ചകളാണ് കൂടുതൽ നടക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രീണനവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിനെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈയിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. ഈ കഴിഞ്ഞ ഒക്ടോബർ 22 നമ്മുടെ തൊട്ട് സംസ്ഥാനമായ കർണാടകയിൽ അവിടുത്തെ നീതിന്യായ കോടതികളിൽ 2 വിധികളുണ്ടായിരുന്നു. ഒന്ന് മജിസ്ട്രേറ്റ് കോടതിയിലാണ്. കർണാടകത്തിലെ ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ മുസ്ലിം യുവതികളടക്കം 18 വനിതകളെ, കേരളീയരടക്കമുള്ള 18 വനിതകളെ സയനൈഡ് ഗുളിക കൊടുത്ത് കൊലപ്പെടുത്തിയ കേസിൽ മംഗലാപുരം പോലീസ് അറസ്റ്റ് ചെയ്ത മോഹൻകുമാർ എന്ന ആനന്ദിനെ കൂടുതൽ അന്വേഷണത്തിനായി പോലീസ് കസ്റ്റഡിയിൽ ഒരു മജിസ്ട്രേറ്റ് വിട്ടു. ഈ കഴിഞ്ഞ ഒക്ടോബർ 22 സ്ത്രീകളെ
വിവാഹാഭ്യർത്ഥന നടത്തി വശീകരിച്ച് ലൈംഗിക ചൂഷണത്തിനിരയാക്കി ഗർഭഛിദ്രത്തിനാണെന്ന് പറഞ്ഞ് സയനൈഡ് ഗുളിക കൊടുത്തിട്ട് കൊല്ലുക. മൈസൂരിലടക്കം 10 മൊത്തം 18 പേരെ ഇത്തരത്തിൽ കൊലപ്പെടുത്തി. ആ കേസിലാണ് മോഹൻകുമാറിനെ അറസ്റ്റ് ചെയ്തത്. മോഹൻകുമാറിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം വേറൊരു യുവതിയെ കാത്തിരിക്കുകയായിരുന്നു. ഈ മോഹൻകുമാർ അദ്ദേഹത്തിന്റെ കേസ് വരുന്നത് ചണ്ടുവാൽ എന്ന സ്വദേശത്തെ ഒരു സ്ഥലത്ത് അനിത എന്ന പെൺകുട്ടിയുടെ തീരോധാനവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന്റെ ഇടയിൽ പോലീസിനൊരു കാര്യം മനസ്സിലായി. ഈ കാണാതായിട്ടുള്ള പെൺകുട്ടികളുടെ ഒക്കെ മൊബൈൽ ഫോണുകൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് പോലീസിന് മനസ്സിലായി. അങ്ങനെ അനിതയുടെ മൊബൈൽ ഫോണിൽ നിന്ന് കിട്ടിയ ഒരു നമ്പറിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണം മോഹൻകുമാറിൽ അവസാനം രഹസ്യമായി കേന്ദ്രീകരിക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണ്. അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണാഭരണങ്ങള്, മയക്കുമരുന്ന്, സ്ത്രീകളുടെ ഫോട്ടോകള്, സയനൈഡ് ഗുളികകളൊക്കെ ഇദ്ദേഹത്തിന്റെ കൈവശത്തിൽ നിന്ന് പിടിച്ചെടുക്കേണ്ടായി. ഒരു രത്ന എന്നൊരു പെൺകുട്ടിയെ നേത്രാവതി പുഴയിൽ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ച കേസ് മോഹൻകുമാർ സമ്മതിക്കേണ്ടായി ചോദ്യം ചെയ്യൽ. ഏതായാലും വേണ്ടില്ല, മോഹൻകുമാറിന്റെ അന്വേഷണം, കൊലപാതകങ്ങളെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിന് പ്രത്യേക സ്ക്വാഡിനെ നിയമിച്ചിരിക്കുന്നു. മലയാളികളുടെ കൊലപാതകത്തെ സംബന്ധിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വേണ്ട നടപടി എടുത്തിട്ടുണ്ടെന്ന് അടുത്ത ദിവസം ടോമിൻ തച്ചങ്കരി എന്ന് പറയുന്ന IG പ്രസ്താവിക്കേണ്ടായി. അന്നേ ദിവസം തന്നെ ഒക്ടോബർ 22-ാം തീയതി ചാമരാജ് നഗർ സ്വദേശി സിൽജ എന്ന ഒരു പെൺകുട്ടിയെ കർണാടകത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് രക്ഷിതാക്കളോടൊപ്പം വിട്ട് ഒരു സംഭവം ഉണ്ടായി. കഴിഞ്ഞ ഓഗസ്റ്റ് 7-ാം തീയതിയാണ് ചാമരാജ് നഗർ സ്വദേശി സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ സിൽജ കണ്ണൂരിലെ കൂത്തുപറമ്പ് സ്വദേശിയും ടാക്സി ഡ്രൈവറുമായ അഷ്കറുമായിട്ട് ഒളിച്ചോടിപ്പോണം. സിൽജയുടെ അച്ഛൻ ചെൽവരാജ് ഒക്ടോബർ 4-ാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുക്കുകയാണ്. 5-ാം തീയതി കേസ് എടുത്തിട്ട് സിൽജയെ 11-ാം തീയതി കോടതിയിൽ ഹാജരാക്കണം എന്നാവശ്യപ്പെട്ടു. അങ്ങനെ കേസ് 22-ാം തീയതി വരെ നീണ്ടു. മുമ്പ് വിചാരണയ്ക്ക് വെച്ച സമയങ്ങളിലൊക്കെ തന്നെ സിൽജ ഭർത്താവിനൊക്കെ ഒപ്പം പോണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും ബഹുമാനപ്പെട്ട 2 ജസ്റ്റിസുമാരടങ്ങിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഈ അഷ്കറിന്റെ അന്വേഷണം, പോലീസ് അന്വേഷണം പൂർത്തിയാകുന്നതുവരെ നിങ്ങൾ മാതാപിതാക്കളോടൊപ്പം താമസിക്കണം എന്നുള്ള നിർദ്ദേശം സിൽജ സ്വീകരിക്കുകയും അങ്ങനെ സിൽജയെ 3 ആഴ്ചക്കാലം രക്ഷിതാക്കളോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം വിടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അഷ്കറിനെതിരായിട്ടുള്ള ആരോപണത്തിൽ സിൽജയുടെ സെൽവരാജിന്റെ വക്കീൽ പറഞ്ഞത് ഈ സിൽജയും അതുപോലെ തന്നെ അഷ്കറും തമ്മിൽ വിവാഹം കഴിച്ചിട്ടില്ല. അവര് 31 ദിവസം താമസിച്ചത് ഒരു മദ്രസയിലായിരുന്നു. അതുപോലെ തന്നെ അഷ്കർ ഈ ആളുകളെ, യുവതികളെ പ്രേമിച്ച് മതപരിവർത്തനം നടത്തുന്ന ലവ് ജിഹാദ് എന്ന പേരിലുള്ള ഒരു സംഘടനയുണ്ട്. ആ സംഘടനയിലെ ആളാണോ അഷ്കർ എന്നൊരു സംശയമുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ വക്കീൽ കോടതിയിൽ പറഞ്ഞു. മാത്രമല്ല, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ലവ് ജിഹാദിനെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പുറപ്പെടുവിച്ച കോടതി വിധിയുടെ പകർപ്പ് അദ്ദേഹം ഹാജരാക്കി. അതുപോലെ തന്നെ ഈ നിർബന്ധ മതപരിവർത്തനത്തിന് വിധേയമാക്കി വിവാഹം കഴിച്ചു വഞ്ചിച്ച
ചരിത്രങ്ങൾ നിരവധി കേരളത്തിലുണ്ട് എന്നുള്ള മാധ്യമ റിപ്പോർട്ടുകൾ കോടതിയുടെ മുമ്പിൽ വെച്ചു. സമാനമായ കേസിൽ 2 കേസിൽ കേരള ഹൈക്കോടതി ഇത്തരത്തിലുള്ള സന്ദർഭത്തിൽ രക്ഷിതാക്കളോടൊപ്പം മാതാപിതാക്കളോടൊപ്പം പെൺകുട്ടിയെ വിട്ട ചരിത്രം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പറഞ്ഞു, ബോധ്യപ്പെടുത്തി. അപ്പൊ അതുകൊണ്ട് സിൽജയെയും ഒരാഴ്ചക്കാലമെങ്കിലും രക്ഷിതാക്കളോടൊപ്പം താമസിക്കാൻ അനുവദിക്കണം. മാത്രമല്ല, സ്വദേശമായ ചാമരാജനഗറിൽ പോയി താമസിക്കാതെ സിൽജയുമായി ബാംഗ്ലൂരിൽ താമസിക്കാൻ രക്ഷിതാക്കൾ മാതാപിതാക്കൾ തയ്യാറാണ് എന്ന് കോടതിയെ അറിയിച്ചു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ രക്ഷിതാക്കളോടൊപ്പം മാതാപിതാക്കളോടൊപ്പം വിടുകയാണ് ചെയ്തിട്ടുള്ളത്. ഹൈന്ദവ ക്രൈസ്തവ വിശ്വാസികളായിട്ടുള്ള യുവതികളെ വിവാഹം കഴിച്ച് മതപരിവർത്തനം നടത്തുന്ന സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതിനെപ്പറ്റി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് കൊണ്ടുപോയിട്ടുള്ള പരാതികളാണ് ഈ 2 കേസുകളും. ആ കേസിൽ പ്രതികളായ 2 പേര് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുമ്പാകെ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തു. മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ ലവ് ജിഹാദിനെ സംബന്ധിച്ച് അന്വേഷിക്കണം, മതപരിവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സംഘടനയോ പ്രസ്ഥാനമോ ഈ രാജ്യത്തുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് DGPക്ക് നിർദ്ദേശം നൽകി. അങ്ങനെ ആ വിധികളാണ് കർണാടകത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ഈ സിൽജയുടെ പിതാവ് ശെൽവരാജിന്റെ അഭിഭാഷകൻ ബോധിപ്പിച്ചത്. അങ്ങനെ പോലീസ് അന്വേഷിച്ചു. DGP പോലീസ് അന്വേഷണത്തിന്റെ വിശദമായ നിലയിൽ അന്വേഷണം നടത്തിയിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി റിപ്പോർട്ട് സമർപ്പിച്ചു. റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് പറഞ്ഞു, ലവ് ജിഹാദ് എന്ന് പറഞ്ഞ പേരിലൊരു സംഘടന ഇവിടെ പ്രവർത്തിക്കുന്നില്ല, മതപരിവർത്തനത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു പ്രസ്ഥാനമോ സംഘടനയോ പ്രവർത്തിക്കുന്നതായിട്ട് പോലീസിന് എത്ര അന്വേഷിച്ചിട്ടും മനസ്സിലായിട്ടില്ല. കേരള ഹൈക്കോടതിയിൽ 2 കേസ് നിലവിലുള്ളത് ഒഴികെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെയും അതുപോലെ തന്നെ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലെയും പരാതികളല്ലാതെ നിർബന്ധിത പരിവർത്തനത്തിന് വിധേയമാക്കി പെൺകുട്ടികളെ എന്ന് പറഞ്ഞിട്ട് ആരോപിച്ചിട്ട് ഒരു പരാതിയും വന്നിട്ടില്ല. ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും സാമ്പത്തിക സഹായമുള്ളതായിട്ട് അന്വേഷണത്തിൽ മനസ്സിലായിട്ടില്ല. രാജ്യത്തിന്റെ വേറെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നതായിട്ട് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. വിദേശ കൈയുള്ളതായിട്ട് ഫണ്ടുള്ളതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കള്ളക്കടത്ത്, കള്ളനോട്ട്, മയക്കുമരുന്ന് കടത്ത്, തീവ്രവാദം തുടങ്ങിയ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ലവ് ജിഹാദ് പോലെ ആരോപിക്കുന്ന സംഭവങ്ങൾ നടന്നിട്ടില്ല എന്നൊക്കെ DGP ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു. റിപ്പോർട്ട് കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിക്ക് സംശയം, ഇതിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളില്ലേ എന്ന് സംശയിക്കുകയും അങ്ങനെ ബഹുമാനപ്പെട്ട ജഡ്ജ് കൂടുതൽ അന്വേഷണത്തിന് വേണ്ടി DGPക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതൊരു സംഭവം. ഈ സംഭവത്തോടൊപ്പം ഇതിപ്പോ പോലീസിന്റെ ഭാഗത്തുനിന്ന് കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നു. വ്യാപകമായ തോതിൽ മാധ്യമ റിപ്പോർട്ടുകൾ ഇതിനെ സംബന്ധിച്ചിട്ട് വന്നു. അതോടൊപ്പം ഈ രാജ്യത്ത് സാമുദായിക സംഘടനകളൊക്കെ തന്നെ, സഹോദര സാമുദായിക സംഘടനകളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനത്തിനെതിരായിട്ട് ആഹ്വാനങ്ങൾ നൽകേണ്ടായി. കേരളത്തിലെ ബിഷപ്പുമാരുടെ സംഘടന KCBC എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. കേരള മെത്രാൻ സഭയുടെ കീഴിലുള്ള ജാഗ്രതാ സമിതി ഒരു ആഹ്വാനം നടത്തി. ഈ തീവ്രവാദത്തിന്റെ പേരിലുള്ള തീവ്രവാദത്തിന് മതത്തിന്റെ മുഖച്ഛായ നൽകിയിട്ടുള്ള ലവ് ജിഹാദിനെ സംബന്ധിച്ച് കരുതിയിരിക്കണം. അതിന്റെ തലക്കെട്ട് തന്നെ മത പ്രണയ തീവ്രവാദം, മാതാപിതാക്കൾ ജാഗരൂകരാകണമെന്നാണ്. 2676 പെൺകുട്ടികളെ നിർബന്ധിത മതപരിവർത്തനത്തിന് വിവാഹ വാഗ്ദാനം നൽകി വശപ്പെടുത്തിയിട്ടുണ്ട്. 518 പേര് കാസർകോട്ടാണ്,
414 പേര് മലപ്പുറം ജില്ലയിലാണ്. അതുകൊണ്ട് രക്ഷിതാക്കൾ കരുതിയിരിക്കണം. മംഗലാപുരത്തിലെ ക്രൈസ്തവ ഹൈന്ദവ നഴ്സിംഗ് വിദ്യാർത്ഥികളെ ആണ് ആദ്യമായിട്ട് ഈ പരീക്ഷണത്തിന് വിധേയമാക്കിയത്. നിരവധി നഴ്സിംഗ് വിദ്യാർത്ഥികൾ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമായിരിക്കുന്നു. അതുപോലെ തന്നെ ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഭീകര പ്രവർത്തനമാണ് ഈ തരത്തിലുള്ള മതപരിവർത്തനം. അതുകൊണ്ട് കരുതിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ജാഗ്രതാ സമിതി, കത്തോലിക്ക സഭയുടെ ജാഗ്രതാ സമിതി വിശ്വാസികൾക്ക് നിർദ്ദേശം കൊടുത്തു. SNDP കൊടുത്തു, എല്ലാ സാമുദായിക സംഘടനകളും കൊടുത്തു. അവസാനം ഇപ്പോ കഴിഞ്ഞ ആഴ്ച NSSന്റെ പ്രസ്താവന വന്നു. ഈ പെൺകുട്ടികളെ വശീകരിച്ച് മതപരിവർത്തനം നടത്തുന്നത് അന്വേഷിക്കേണ്ട ചുമതല സർക്കാരിനുണ്ട്. സർക്കാർ കാര്യമായ ഉത്തരവാദിത്തപ്പെട്ട നിലയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടില്ലെങ്കിൽ NSS ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കും എന്ന് പത്രസമ്മേളനം നടത്തി NSSന്റെ ബഹുമാന്യനായ പ്രസിഡന്റ് നാരായണ പണിക്കരും സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി സുകുമാരൻ നായരും പറഞ്ഞു. അവർ പറയുന്നത് തലശ്ശേരി ഭാഗത്തൊക്കെ ഈ മതപരിവർത്തനം എന്ന് പറയുന്നത് മതേതരത്വത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞ പോസ്റ്ററൊക്കെ പതിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല DGP ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് നിരുത്തരവാദപരമാണ്. കാരണം ഇത് സംബന്ധിച്ച് ഇന്റർനെറ്റിൽ വന്ന വിവരങ്ങൾ 2 മാസം മുമ്പ് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി NSSന്റെ ആസ്ഥാനത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന് ഞങ്ങൾ കൈമാറിയിട്ടുണ്ട്. അതിൽ പ്രത്യേക അന്വേഷണത്തിനായി ആഭ്യന്തര വകുപ്പ് ഉത്തരവിട്ടിട്ടുണ്ട്. ഇതൊക്കെ തമസ്കരിച്ചുകൊണ്ടാണ് DGP ഇത്തരത്തിലുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നാണ് NSSന്റെ ആരോപണം. ഇത്തരത്തിലെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഞാനിത് സൂചിപ്പിച്ചത് പ്രത്യക്ഷത്തിൽ അടിസ്ഥാനരഹിതം എന്ന് തോന്നുന്ന ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തിനെതിരെ വരുന്നു? ഈ രാജ്യത്തെ മാധ്യമങ്ങൾ ഈ സംഭവം ഏറ്റുപിടിച്ചു. ബഹുമാനപ്പെട്ട കോടതി ഇതിൽ ഇടപെട്ടു. ഈ രാജ്യത്തെ മതസൗഹാർദ്ദം നിലനിർത്തുന്നതിന് വേണ്ടി ഒട്ടേറെ സംഭാവന ചെയ്തിട്ടുള്ള നിരവധി സാമുദായിക സംഘടനകൾ ഇത് ഏറ്റെടുത്തു. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ കാര്യമായ ആലോചന വേണം എന്നുള്ള വ്യക്തിപരമായ എന്റെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വാസ്തവത്തിൽ ഞാനിത് പറഞ്ഞത്. വലിയ സമഗ്രമായ ഒരു ജീവിത പദ്ധതിയാണ് ഇസ്ലാം എന്നും മഹത്തായ ഒരു ആദർശമാണെന്നും അത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളുമൊക്കെ എന്ന് പറയുമ്പോൾ ഇത് സാധാരണ കേരളീയ സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ പ്രവർത്തനം കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഈ ഇസ്ലാമിനെതിരെ വരുന്ന ആരോപണങ്ങളുടെ കാരണങ്ങൾ അന്വേഷിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്ന് മാത്രമുള്ള എന്റെ അഭിപ്രായം നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ദിശ പോലെയുള്ള പരിപാടികൾ തീർച്ചയായിട്ടും ഈ ആദർശത്തെ കേരളീയ സമൂഹത്തിന് പരിചയപ്പെടുത്താനുള്ള വ്യതിരിക്തമായ, വ്യത്യസ്തമായ ഒരു ശ്രമമാണ് എന്നുള്ളതിൽ തീർച്ചയായിട്ടും അഭിപ്രായ വ്യത്യാസമില്ല എന്ന് വിനീതമായി അഭിപ്രായപ്പെട്ടുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വേദിയിലെയും സദസ്സിലെയും മഹൽ വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ ദിശ പോലുള്ള ഒരു മഹത്തായ സംരംഭം തുടങ്ങിവെച്ച് 7 നാൾ പിന്നിടുമ്പോൾ അനേകായിരങ്ങൾ അതിൽ ആകൃഷ്ടരായി ഇവിടെ
ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു എന്നത് എന്തുകൊണ്ടും സന്തോഷമുള്ളൊരു കാര്യമാണ്. അൽഹംദുലില്ലാഹ്. ഇതിൻ്റെ സംഘാടകരെ മുക്തകണ്ഠം പ്രശംസിക്കാതെ വയ്യ. കഴിഞ്ഞ 6-7 ദിവസം ഞാൻ കാണുകയാണ്, കഴിഞ്ഞൊരു മാസമായുള്ള കഠിനാധ്വാനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ ഒരു ഏരിയ എങ്ങനെ ഉണ്ടായിരുന്നൊരു ഏരിയ എന്ന്. തൃശ്ശൂരിലെ ഏറ്റവും വൃത്തിഹീനമായ ഒരു സ്ഥലമാണ് ഇന്നിവിടെ ഒരു പൂങ്കാവനം പോലെ നിർമ്മിച്ച് ഇത്രയും അധികം ആളെ ഇവിടെ ആകർഷിക്കാൻ കഴിയും. എന്താണ് ഇത്തരം പരിപാടികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല കാര്യങ്ങളും നമ്മൾ നേരിട്ടറിയണം, നമ്മൾ മനസ്സുകൊണ്ട് തൊട്ടറിയണം. അടുക്കുവാനും അടുത്തറിയാനും ഇത്തരം മഹൽ സംരംഭങ്ങൾ നമുക്ക് കാരണമാവും. നമ്മുടെ ചരിത്രങ്ങൾ തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ ജനങ്ങൾ കൂടുതൽ ആകർഷകരായതുകൊണ്ട് മാത്രമാണ് പിന്നീട് ജനങ്ങൾ ഇസ്ലാമിലോട്ട് കൂടുതൽ വന്നുകൊണ്ടിരുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ആകർഷണം തീർച്ചയായും ജനങ്ങൾ കൂടുതൽ ഇസ്ലാമിലേക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു ഗുഹാമുഖത്തുകൂടെ അകത്തോട് കടന്നു കഴിഞ്ഞാൽ വളരെ വിശാലമായൊരു സ്ഥലമാണ് അവിടെ. അവിടെ ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ നിരത്തിയിട്ടുണ്ട്. ഇസ്ലാമിൽ നമ്മൾ സാമൂഹ്യമായും സാമ്പത്തികമായും ശാസ്ത്രീയമായും ഏതെല്ലാം ലെവലിൽ പ്രകൃതിയോട് ഇണങ്ങുന്ന എല്ലാ രീതിയിലും അടങ്ങുന്ന ഒരു അന്തരീക്ഷമാണ് ഇസ്ലാമിൻ്റെ രൂപേണ അവിടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം അടങ്ങുന്നതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. ഇസ്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമസ്കാരവും ഇബാദത്തും നോമ്പും ഹജ്ജും മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ 90% ബാക്കി കിടക്കുന്ന ഒരുപാട് സമയങ്ങൾ, വിലപ്പെട്ട സമയങ്ങൾ സമൂഹത്തിൽ നമ്മുടെ പ്രതിബദ്ധതയിലിരിക്കുന്ന പല കാര്യങ്ങളും, സാമൂഹ്യ സംരക്ഷണവും രാജ്യസ്നേഹവും സുഹൃബന്ധവും പ്രകൃതി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഇടപെടേണ്ട കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഇത്തരം സംരംഭങ്ങൾ, ഇത്തരം പ്രസ്ഥാനങ്ങൾ കൂടുതൽ ഇടപഴകുന്നു എന്നതിൽ അതീവ സന്തോഷമുണ്ട്. അല്ലാമ ഇക്ബാലിൻ്റെ കവിത പാടിയ പോലെ ഈ തൃശ്ശൂരിൽ തന്നെ, ഈ സാംസ്കാരിക തലസ്ഥാനത്ത് തന്നെ സൗഹാർദ്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സഹവർത്തിത്തിൻ്റെയും പൂങ്കാവനങ്ങൾ വിരിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ സംഘാടകർക്ക് ഇങ്ങനൊരു അവസരം നൽകിയുള്ള നന്ദി കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. വേദിയിലും സദസ്സിലുമിരിക്കുന്ന ബഹുമാന്യരായ സുഹൃത്തുക്കളെ, നേതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ദിശ ഇസ്ലാമിക് എക്സിബിഷനോടനുബന്ധിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അവസാനിക്കാൻ പോവുകയാണ്. ഈ സമാപന സമ്മേളനം വളരെ സന്തോഷകരമായ വിധത്തിൽ ഇവിടെ സമാപിക്കുമ്പോൾ നമുക്ക് 9 ദിവസം മുമ്പ് ആരംഭിച്ച ഈ ദിശയുടെ ഓരോ ദിവസത്തെയും ചുവടുവെപ്പുകളും മിടിപ്പുകളും ഓർക്കുമ്പോൾ ഹൃദയഹാരിയായ ഒരുപാട് ഓർമ്മകൾ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഇസ്ലാമിൻ്റെ ആദർശപരമായ ഐക്യവും മറ്റു സമൂഹങ്ങളോടുള്ള സ്നേഹഭാവങ്ങളും ഇസ്ലാമിക പ്രവർത്തകർ തമ്മിലുള്ള ഏകീഭാവവും ഒത്തുചേർന്നുകൊണ്ട് ഒരു സമൂഹവും ഒരു നാടും ഒരേ മനസ്സോടുകൂടി നീങ്ങിയ അത്യുത്കൃഷ്ടമായിട്ടുള്ള ദിനരാത്രങ്ങളാണ് ഈ കഴിഞ്ഞ ഒക്ടോബർ 31 ആരംഭിച്ച് നവംബർ 8 അവസാനിക്കുന്ന ഈ അനുഗ്രഹീതമായ സംഭവത്തിലൂടെ നടക്കുന്നത്.
വാസ്തവത്തിൽ മുസ്ലിങ്ങൾക്ക് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ധർമ്മം അവരെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള മഹത്തായ ഉത്തരവാദിത്വം തങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുകയും തങ്ങൾ സത്യമെന്ന് അംഗീകരിച്ചിട്ടുള്ള ഈ ഇസ്ലാമിനെ ഒപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും എത്തിച്ചു കൊടുക്കുക എന്ന സുപ്രധാനമായ ധർമ്മമാണ് മുസ്ലിങ്ങൾക്ക് നിർവഹിക്കാനുള്ളത്. ഇത് പ്രപഞ്ചത്തിലെ സൂര്യനും കാർമേഘങ്ങളും ചരാചരങ്ങളുമൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവികമായ ബാധ്യതയുടെ ഭാഗമായിക്കൊണ്ടാണ് മുസ്ലിം സമൂഹത്തിന്റെ മേൽ ഇത്തരത്തിലുള്ള ഒരു ചുമതല സൃഷ്ടാവ് ചുമത്തിയിട്ടുള്ളത്. പ്രവാചകന്മാർ നിർവഹിച്ച മഹത്തായ ദൗത്യം ആ പ്രവാചകന്മാരുടെ കാലത്തിന് ശേഷം നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം മുസ്ലിം സമൂഹത്തിലാണ് വന്നു ചേർന്നത്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, മനുഷ്യ സമൂഹത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമ സമുദായമാണ് നിങ്ങൾ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദാഅ ഇലല്ലാഹ്, തന്റെ സൃഷ്ടാവിന്റെ മാർഗത്തിലേക്ക് മനുഷ്യരെ ക്ഷണിച്ചവനേക്കാൾ ഉത്തമമായ വാക്ക് പറഞ്ഞവൻ ആരുണ്ട്? ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇലത്തിൽ ഹസന, നിന്റെ രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് നീ മനുഷ്യരെ സ്നേഹത്തോടുകൂടിയും യുക്തിദീക്ഷയോടും കൂടി ക്ഷണിക്കണം എന്ന ഖുർആനിന്റെ കൽപ്പന അന്വർത്ഥമാക്കിക്കൊണ്ട് ഈ തൃശൂരിലെ ഇസ്ലാമിക പ്രവർത്തകർ ഡയലോഗ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട മഹത്തായ ഒരു സേവന പ്രവർത്തനമാണ് ദിശ ഇസ്ലാമിക് എക്സിബിഷൻ. ഞാൻ തുറന്നു പറയുവാൻ ആഗ്രഹിക്കുന്നു, ഇത് ഒരു കൃത്രിമത്വമോ വളച്ചുകെട്ടോ ഉള്ള പരിപാടിയല്ല. എക്സിബിഷൻ കണ്ട എല്ലാവർക്കും, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും, നേതാക്കൾക്കും അനുയായികൾക്കും വിവിധ മതസ്ഥരായിട്ടുള്ള സഹോദരീ സഹോദരന്മാർക്കും അവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാർക്കും ഇവിടുത്തെ ഭരണകൂടത്തിന്റെ പ്രതിനിധികളായിട്ടുള്ള മന്ത്രിമാരും എംപിമാരും അതുപോലെ തന്നെ ഈ കോർപ്പറേഷനിലുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും എംഎൽഎമാരും ഒക്കെ ഉൾക്കൊള്ളുന്ന സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രഗത്ഭരായ ആളുകളെല്ലാം സന്ദർശിച്ച് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി സന്തോഷത്തോടുകൂടി പിരിഞ്ഞു പോയിട്ടുള്ള ഒരു സംരംഭമാണ് ദിശ. ഇവിടെ വളച്ചുകെട്ടില്ല. മനുഷ്യൻ അനുഭവിക്കുന്ന പച്ചയായിട്ടുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളെ ജനങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ സുരക്ഷിതമായിട്ടുള്ള സമാധാനപൂർണമായിട്ടുള്ള പുരോഗതി എങ്ങനെയാണ് സാധ്യമാവുക എന്നത് ഇസ്ലാമിന്റെ പരിവേക്ഷ്യത്തിൽ ഖുർആനിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് ദിശയിലെ കാഴ്ചകൾ. നമുക്കൊരു സ്രഷ്ടാവ് മാത്രമേയുള്ളൂ. അല്ലാഹു എന്ന് പറഞ്ഞാലും ഈശ്വരൻ എന്ന് പറഞ്ഞാലും ദി ഗോഡ് എന്ന് നിങ്ങൾ പറഞ്ഞാലും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച രക്ഷിതാവ് ഒന്ന് മാത്രമാണ് എന്നും മനുഷ്യനും മറ്റു സൃഷ്ടിജാലങ്ങൾ മുഴുവനും ആ സൃഷ്ടാവിന്റെ ദാസന്മാരും അടിമകളുമാണ് എന്നും ആ ദൈവത്തിന്റെ കാരുണ്യത്താൽ മാത്രമാണ് നാം നിലനിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോഴാണ് പ്രപഞ്ചത്തിന്റെ ധർമ്മം അഥവാ പ്രപഞ്ചത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവജാലങ്ങളുടെ ധർമ്മം, അവയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ മാനുഷികമായ ധർമ്മം പൂർത്തീകരിക്കാൻ കഴിയുക. അതിന് സംഘട്ടനമില്ലാത്ത, പരസ്പരം അവിശ്വാസമില്ലാത്ത, പരസ്പരം സ്നേഹിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന നീതി നിലനിൽക്കുന്ന ഒരു ലോകം ഉയർന്നു വരേണ്ടതുണ്ട്. അതിനെന്താണ് പോംവഴി? ആ പോംവഴിയാണ് ദിശയിലൂടെ ചുരുങ്ങിയ അതിന്റെ സ്റ്റാളുകളിലൂടെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെ ആളുകൾ സഹിച്ച് അത് കാണാൻ ശ്രമിച്ചത്. ഉദ്ദേശിച്ച രൂപത്തിൽ അതിന്റെ സന്ദേശം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ ദിവസങ്ങളിലും വളരെ തിരക്ക് കൂടിയതുകൊണ്ട് ആളുകൾക്ക് സ്വസ്ഥമായി അത് കാണാൻ കഴിഞ്ഞിട്ടില്ല. അത് വിശദീകരിച്ചു കൊടുക്കുന്ന നമ്മുടെ പ്രവർത്തകന്മാർക്ക് വേണ്ടത്ര സംതൃപ്തിയോടുകൂടി അത് വിശദീകരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്റെ സഹോദരന്മാരോടും സുഹൃത്തുക്കളോടും പറയുവാനുള്ളത്,
നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങണം. നമ്മുടെ ചിന്തകൾ ഇവിടെ നിന്ന് തുടങ്ങണം. എന്നോടൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ഹൈന്ദവ സഹോദരനും എന്റെ ക്രൈസ്തവ സഹോദരനും അല്ല, മതമില്ലാത്ത ഭൗതികനായിട്ടുള്ള കേവല ഭൗതികത്വത്തിന്റെ അടിത്തറയിൽ തന്നെ ജീവിക്കുന്ന ആളും തമ്മിൽ ശത്രുതയുണ്ടാവേണ്ട ഒരാവശ്യമില്ല എന്ന് ഇസ്ലാം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. ആശയങ്ങൾ തമ്മിലുള്ള വൈവിധ്യങ്ങളെ ആശയപരമായി തന്നെ കൈകാര്യം ചെയ്യണമെന്നും ജീവിക്കുവാനുള്ള മനുഷ്യന്റെ അവകാശം എല്ലാവർക്കും വകവെച്ചു കൊടുക്കണമെന്നും മനുഷ്യരെ രണ്ട് തട്ടുകളായി കൊണ്ട് കാണുന്ന അവസ്ഥ മാറ്റണമെന്നുമുള്ള പ്രവാചകന്റെ നിർദ്ദേശം. അന്നാസു സിവാസിയത്തുൻ കഅസ്നാനിൽ മുസ്ത്, ചീർപ്പിന്റെ പല്ലുകൾ പോലെ മനുഷ്യർ സമന്മാരാണ് എന്ന തത്വം പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയതുപോലെ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, ദൈവത്തിനെ കൂടുതൽ സൂക്ഷ്മതയോടുകൂടി കൂടുതൽ ദൈവഭക്തിയുള്ളവരാണ് ദൈവത്തിന്റെ അടുക്കൽ ഏറ്റവും ആദരണീയർ എന്ന് പഠിപ്പിച്ചിട്ടുള്ള, അറബിക്ക് അനറബിയേക്കാളോ അനറബിക്ക് മറ്റുള്ളവരെക്കാളോ യാതൊരു പ്രത്യേകതയുമില്ല എന്ന് പഠിപ്പിച്ച, കറുത്തവനേക്കാൾ വെളുത്തവന് യാതൊരു പ്രാധാന്യവുമില്ല എന്ന് പഠിപ്പിച്ച, ഒരു സമൂഹത്തിലേക്ക് അറബിയായിട്ടുള്ള അപരിഷ്കൃതനായിട്ടുള്ള അറബി കടന്നു വരുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് മുഹമ്മദ് എന്ന് ചോദിക്കേണ്ടി വരുന്ന അത്രമാത്രം സാധാരണത്വമുള്ള പ്രവാചകൻ നേതൃത്വം നൽകിയ ഒരു മഹത്തായ ആദർശം ഈ ലോകത്തിന് പഠിപ്പിക്കുക എന്ന മുസ്ലിങ്ങളുടെ ധർമ്മത്തിന്റെ ഭാഗമായിട്ടാണ് ദിശ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇത് കൃത്രിമത്വമുള്ള, കാപട്യമുള്ള, വളച്ചുകെട്ടുള്ള, എന്തെങ്കിലും ഒളിച്ചു വെച്ചുകൊണ്ടുള്ള ഒരു സംഗതിയല്ല. ദിശയുടെ സ്റ്റാളുകൾ സന്ദർശിച്ച് അവസാനം എത്തിച്ചേരുന്ന 2-3 സ്റ്റാളുകളിൽ ഇതിനെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ വളരെ വ്യക്തമായി എത്ര സമയം വേണമെങ്കിലും ഒരു സുഹൃത്തിന് അതാണാവട്ടെ പെണ്ണാവട്ടെ സംസാരിക്കുവാനുള്ള വേദിയാണ് ദിശയിൽ ഒരുക്കിയത്. അത് നിങ്ങൾക്കറിയാം. കാരണം മനുഷ്യന്റെ ഹൃദയത്തിൽ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയങ്ങളുടെ സംഘട്ടനങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുവാനുള്ള അവസരം പലരും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ആ വേദികളിൽ നിന്ന് എഴുന്നേറ്റ് പോയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾ, വിഷമങ്ങൾ, കഷ്ടപ്പാടുകൾ, കുടുംബകലഹങ്ങൾ, ഭാര്യാഭർത്തൃബന്ധത്തിലുള്ള ദുരിതങ്ങൾ, അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ കൊണ്ട്, കുടുംബാംഗങ്ങളെ കൊണ്ട്, പ്രായമായ ആളുകളുടെ വേദനകൾ, ദുഃഖങ്ങൾ, കഷ്ടപ്പാടുകൾ, ദാരിദ്ര്യത്തെപ്പറ്റിയല്ല ആരും പറയുന്നത്. മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനോവ്യഥകളാണ് ഇവിടത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായത്. അതെ, ആധുനിക സംസ്കാരവും ആധുനിക സാമൂഹ്യ ഘടനയും മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അപകടകരമായ അവസ്ഥ നീറി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ശാന്തിക്ക് വേണ്ടി അലയുന്ന ആ കാഴ്ചയിലാണ് ദിശ ഒരു കുളിർത്തന്നലായിക്കൊണ്ട് നമ്മുടെ അടുത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ തൃശ്ശൂരിന്റെ പ്രദേശത്ത്, ഈ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വല്ലാത്ത ഒരു സന്തോഷം. പലരും വിളിച്ചു ചോദിക്കുകയാണ് ഇന്നലെ, ഇത് ഇനിയും ഉണ്ടാവുകയില്ലേ, നാളെ തന്നെ നിർത്തുകയാണോ? ഇത്രയും വലിയ ഒരു സംവിധാനവും ഇത്രയും വലിയ ഒരു സന്ദേശവും നൽകുന്ന ഈ ദിശ നിങ്ങൾ ഇത്ര പെട്ടെന്ന് നിർത്തിക്കളയുകയാണോ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് നിർത്താതെ നിവൃത്തിയില്ല. കാരണം അതിനുള്ള പെർമിഷനും അതിന്റെ മറ്റു സംവിധാനങ്ങളും ഒക്കെ ഇന്നേക്ക് മാത്രമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ദീർഘമായി ഇതിനു വേണ്ടി ത്യാഗം ചെയ്തിട്ടുള്ള ഇതിന്റെ പ്രവർത്തകന്മാരെ ഈ സമയത്ത് ഞാൻ അഭിനന്ദിക്കുകയാണ്, ഓർക്കുകയാണ്. വല്ലാത്ത ഒരു ഉൾച്ചേർച്ചയാണ് ഇവിടെയുണ്ടായത്. പ്രായമുള്ളവരെന്നോ ചെറുപ്പക്കാരെന്നോ വ്യത്യാസമില്ലാതെ ഒറ്റ മനസ്സോടുകൂടി ദിശയുടെ വിജയത്തിന് വേണ്ടി മാസങ്ങളോളമായി നിരന്തരമായി പ്രവർത്തിക്കുകയാണ്. ഈ പ്രവർത്തിച്ച സഹോദരന്മാർ, സഹോദരികൾ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, പ്രായമായ ആളുകൾ, ഇതിന്റെ സ്വാഗത സംഘത്തിലെ വിവിധ തലങ്ങളിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തുക്കൾ എല്ലാവരും പ്രവർത്തിച്ചത് പടച്ച തമ്പുരാന്റെ പ്രതിഫലം ഒന്ന് കാക്ഷിച്ചുകൊണ്ട് മാത്രമാണ്. ഇന്നലെ മഴ പെയ്തിരുന്നു. മഴ കേവലം ഇവിടെ വളരെ തുലവും വളരെ കുറഞ്ഞ മഴയെ ഇവിടെ പെയ്തിട്ടുള്ളൂ. പക്ഷെ രാവിലെ ഇന്നലെ രാത്രി മഴ പെയ്തു കഴിഞ്ഞപ്പോഴേക്ക് ക്യാന്റീനിലും അതുപോലെ തന്നെ നമ്മുടെ മെസ്സിന്റെ അപ്പുറത്തുള്ള സ്ഥലങ്ങളിലും ഇവിടെ എല്ലാം വെള്ളം കെട്ടി നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഇന്ന് ഈ ദിശ ഇവിടെ നടത്താൻ കഴിയുമോ എന്ന് വളരെ ആശങ്കയോടുകൂടിയാണ് വാസ്തവത്തിൽ ഇന്നലെ പ്രവർത്തകന്മാർ കഴിഞ്ഞുകൂടിയത്. പക്ഷേ അൽഹംദുലില്ലാ, ഇന്ന് നേരം വെളുത്ത് ഇവിടെ വന്നു നോക്കുമ്പോൾ
സേവന സന്നദ്ധരായിട്ടുള്ള നമ്മുടെ വളണ്ടിയർമാരിൽ ഒരു വിഭാഗം രാത്രി ഉറക്കൊഴിച്ച് ഇവിടെയുള്ള എല്ലാ കെട്ടിനിൽക്കുന്ന മാലിന്യങ്ങളും നീക്കിക്കൊണ്ട് വെള്ളം നിറഞ്ഞു കിടന്നിരുന്ന ക്യാന്റീനിലെ തറകളെല്ലാം തന്നെ അവിടെയുള്ള വെള്ളം ഒഴുകിപ്പോകുവാനുള്ള വലിയ സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് സുഗമമായിട്ടുള്ള വീണ്ടും ഒരു അനുഗ്രഹീതമായിട്ടുള്ള ഒരു പ്രതലം ഇതിനു വേണ്ടി ഒരുക്കി തരികയാണ്. എന്താണ് ആ സേവനത്തിന്? ചളിയിൽ നിന്ന്, കുപ്പയിൽ നിന്ന് തൊട്ടാൽ അറക്കുന്ന വിധത്തിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ഒരു മടിയുമില്ലാതെ ഈ സേവനം പ്രവർത്തിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ നമ്മളാരും കണ്ടിട്ടില്ല. ആ സേവനം ചെയ്ത ആളുകളൊന്നും ഫോട്ടോയിൽ വരൂല, അവരുടെ പേരൊന്നും ആരും എടുത്തു പറയില്ല. പക്ഷേ ഒരു വിശ്വാസം നമുക്കെല്ലാം ഉണ്ട്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. ഓരോരുത്തരുടെയും ഉദ്ദേശശുദ്ധിക്കനുസരിച്ചാണ് പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുക. പടച്ച തമ്പുരാന്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തീർച്ചയായും ദൈവത്തിന്റെ ക്യാമറയിൽ, പടച്ച തമ്പുരാന്റെ ക്യാമറയിൽ പതിയുന്നുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി തന്നെയാണ് ഭൗതികമായ ഒരു താല്പര്യവുമില്ലാതെ ഈ സേവന പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഡെമോൺസ്ട്രേറ്റർമാരായിക്കൊണ്ട് വന്നിട്ടുള്ള, ഇവിടെ സ്റ്റാളുകളിൽ വളരെ സുന്ദരമായിക്കൊണ്ട് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന 8-10 ദിവസമായിക്കൊണ്ട് ഊണുമുറക്കുമൊഴിച്ചുകൊണ്ട് ഇവിടെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന സഹോദരന്മാർ ജീവിതത്തിൽ അവരുടെ കുട്ടികൾക്ക് അരി വാങ്ങാൻ വേണ്ടി അധ്വാനിക്കേണ്ട ആളുകൾ പോലും അതിലുണ്ട്. പക്ഷെ അവർക്കൊന്നും നമ്മളൊരു പൈസ പോലും കൊടുക്കുന്നില്ല, അവർ ചോദിച്ചിട്ടില്ല, അവരത് പ്രതീക്ഷിച്ചിട്ടുമില്ല. പക്ഷെ എന്തിനാണ് അവർ കഷ്ടപ്പെടുന്നത്? അതെ, നിസ്വാർത്ഥമായിക്കൊണ്ട് മനുഷ്യ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കണമെന്ന ഒരു സമൂഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് ആ പ്രവർത്തകന്മാർ അവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ ഈ സമാപനത്തിൽ ഞാൻ ദീർഘമായിക്കൊണ്ടൊന്നും പറയുന്നില്ല. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതുപോലെ, പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വിശദീകരിച്ചതുപോലെ, നമ്മുടെ ലോകത്തിന് ഇന്ന് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് ഹൃദയത്തിന്റെ അന്ധതയാണ്. ഇവിടെ ഉദ്ഘാടന സമ്മേളനത്തിനും അതിനുശേഷം നടന്ന പഠനാർഹമായിട്ടുള്ള വിവിധ പരിപാടികളിലും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് തൊട്ടടുത്ത് താമസിക്കുന്ന സഹോദരന്റെ വേദന അറിയാൻ മനുഷ്യൻ ഇന്ന് സന്നദ്ധനല്ല. എന്നാൽ ലോകത്തുള്ള മുഴുവൻ വിവരങ്ങളും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അമേരിക്കയിൽ നടക്കുന്ന കാര്യം നിമിഷം കൊണ്ട് തന്റെ വീടിനുള്ളിലിരുന്നു കൊണ്ട് അറിയുമ്പോൾ തന്നെ തന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള സഹോദരന്റെ കുടുംബത്തിന്റെ അവസ്ഥ തിരിച്ചറിയുവാനും അവരുടെ പ്രയാസമറിയാനും ഇന്ന് മനുഷ്യൻ സന്നദ്ധനല്ല. അതിന് മാത്രം മനസ്സുകൾ അകന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മനസ്സുകളെ അടുപ്പിക്കേണ്ടതുണ്ട്. മതപരമായിക്കൊണ്ട് ഭിന്നചേരികളിൽ നിലകൊള്ളുന്ന ആളുകൾ ധ്രുവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് സമ്മതിച്ചുകൂടാ. ഡയലോഗ് സെന്റർ ആഗ്രഹിക്കുന്നത് അതാണ്. ഈ നാട്ടിലുള്ള ജനങ്ങൾ ധ്രുവീകരിക്കപ്പെടാൻ പാടില്ല. ഇവിടെയുള്ള ഹിന്ദുവും ഇവിടെയുള്ള മുസ്ലിമും ഇവിടെയുള്ള ക്രിസ്ത്യാനിയും ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കണമെന്നുള്ള ഉത്ബോധനങ്ങൾ മാത്രം പറഞ്ഞാൽ പോരാ, അത് പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. അതിനു പറ്റിയ വിധത്തിലാണ് ഇതിന്റെ സംവിധാനമുണ്ടാക്കിയത്. ഇതിനു വേണ്ടി ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും ക്ഷണിക്കാൻ ശ്രമിച്ചു. ഇതിനു വേണ്ടി മുഴുവൻ ആളുകളുടെയും സഹകരണം പ്രതീക്ഷിച്ചു. അങ്ങനെ കോർപ്പറേഷൻ മുതൽ പോലീസ് അധികാരികൾ മുതൽ സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള ആളുകളിൽ നിന്നും വല്ലാത്ത സഹകരണമാണ് കിട്ടിയത്. ആദ്യമായിക്കൊണ്ട് നമുക്ക് ഈ സ്ഥലം അനുവദിച്ചു തന്നത് ഈ കോർപ്പറേഷനിൽ നിന്നാണ്. ഈ കോർപ്പറേഷന്റെ മേയറും അതുപോലെ തന്നെ അവിടുത്തെ ഉത്തരവാദപ്പെട്ട അധികാരികളും വളരെ താല്പര്യത്തോടു കൂടിയാണ് ഇതിനെ നമ്മളെ സഹായിച്ചത്. അങ്ങനെ അവർ ഇവിടെ വരികയും നമ്മുടെ ദിശ കാണുകയും മേയർ ഉൾപ്പെടെ നമ്മുടെ പരിപാടികളിൽ പങ്കെടുക്കുകയും അവിടെയുള്ള വിവിധ ഡിവിഷനുകളിലെ നേതാക്കന്മാരും അവിടുത്തെ ജനപ്രതിനിധികളും ഇവിടെ വരികയും ഇതിനെല്ലാ തരത്തിലുള്ള ആശംസകളും നേരുകയുണ്ടായി. വളരെ സന്തോഷത്തോടുകൂടി നന്ദിപൂർവം കോർപ്പറേഷന്റെ ഈ സഹകരണത്തെ ഞങ്ങൾ ഉൾക്കൊള്ളുകയാണ്, സ്വീകരിക്കുകയാണ്. അവർക്ക് പ്രത്യേകമായി കൊണ്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ഈ ദിശ നടക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെ എന്ന് പറയാവുന്ന അയൽവാസികൾ എന്ന് പറയുന്ന രൂപത്തിൽ തന്നെ നമ്മുടെ പോലീസ് അധികാരികൾ നമ്മളോട് സഹകരിച്ചത്. വമ്പിച്ച സഹകരണമാണ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ഒരുപക്ഷെ ദിശ കൊണ്ട് നമ്മുടെ ജനറേറ്ററിന്റെ ശക്തമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭയാനകമായ ശബ്ദം അവരുടെ താമസത്തിനും അവരുടെ കാര്യനിർവഹണത്തിനുമൊക്കെ അല്പസ്വല്പം തടസ്സമുണ്ടായപ്പോൾ പോലും
നല്ല രൂപത്തിലാണ് അതല്പം ഒന്ന് ഇങ്ങോട്ട് മാറ്റിവെക്കാൻ നിർദ്ദേശിക്കുകയും അത് മാറ്റിവെക്കുകയും ചെയ്തത്. എന്നിട്ട് നമ്മളോട് വല്ലാതെ സഹകരിക്കുകയും എല്ലാ ദിവസവും ഇവിടെ നമുക്ക് സഹായിക്കുവാൻ വേണ്ടി പോലീസിന്റെ പ്രതിനിധികൾ നമ്മോടൊപ്പം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളത് വലിയ സന്തോഷകരമായ കാര്യമാണ്. ഞങ്ങൾ പ്രത്യേകമായി കൊണ്ട് ആ സേവനത്തെ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ സ്വാഗത സംഘം എന്ന് പറയുന്നത് വല്ലാത്ത ഒരു സംഗതിയാണ്. നമ്മുടെ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ നമ്മുടെ KV മുഹമ്മദ് സക്കീർ സാഹിബും അതുപോലെ തന്നെ അതിനെ നിയന്ത്രിച്ച വൈസ് ചെയർമാൻമാരായിട്ടുള്ള മഹത്തുക്കളും ആ സ്വാഗത സംഘത്തിൽ പങ്കെടുത്ത ആളുകളും സ്വാഗത സംഘം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം വിശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ സത്യമാണ്. എല്ലാ ദിവസവും വരികയും കാര്യങ്ങൾ അന്വേഷിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ഫോൺ ചെയ്യുകയും ചെയ്തുകൊണ്ട് അത്യപൂർവമായ ഒരു കൂട്ടായ്മയാണ് ഇവിടെ നടന്നത്. ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അവരുടെ സേവനത്തെ സർവശക്തനായ നാഥൻ അംഗീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലെ തന്നെ ഇവിടെ ഓടി നടന്നുകൊണ്ട് ഇതിന്റെ വിജയത്തിന് വേണ്ടി നിരന്തരമായി പ്രവർത്തിച്ചിട്ടുള്ള വിവിധ വകുപ്പ് കൺവീനർമാരെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അത് വാക്കുകൾ കൊണ്ടൊന്നും തീർത്താൽ തീരുന്ന ഒരു സംഗതിയല്ല. പക്ഷേ എന്തെങ്കിലും ഒരു വാക്ക് പറയണ്ടേ എന്നതുകൊണ്ട് പറയുകയാണ്. ഇവിടെയുള്ള സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വകുപ്പ് കൺവീനർമാരും അതുപോലെ തന്നെ ഓരോ വകുപ്പുകളുടെയും കീഴിൽ പ്രവർത്തിച്ച വളണ്ടിയർമാരും അവരുടെ സേവനങ്ങളെ അള്ളാഹുവിലേക്ക് ഞാൻ വിട്ടുകൊടുക്കുകയാണ്. കാരുണ്യവാരിധിയായ നാഥ, അവരുടെ പ്രവർത്തനങ്ങളെ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. ഇവിടെ ഈ സ്വാഗത സംഘത്തിന്റെ പ്രവർത്തനമായിക്കൊണ്ട് ഇവിടെയുള്ള വിവിധ ആശ്രമങ്ങൾ അതുപോലെ തന്നെ ക്രൈസ്തവ മേലധ്യക്ഷന്മാർ, വിവിധങ്ങളായിട്ടുള്ള മതസ്ഥാപനങ്ങൾ, വിവിധങ്ങളായ ഓഫീസുകൾ, ഇവിടെയുള്ള ഡോക്ടർമാര്, അതുപോലെ തന്നെ എഞ്ചിനീയർമാര്, കോടതികളിലെ അതുപോലെ തന്നെ അഡ്വക്കറ്റുമാർ തുടങ്ങിയ ആളുകൾ, മഹത്തുക്കൾ, നേതാക്കന്മാർ, അവരുടെ സഹകരണവും സേവനവും പ്രത്യേകം എടുത്തു പറയുകയാണ്. സാധാരണത്തേതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് പത്രപ്രതിനിധികൾ പ്രത്യേകമായിക്കൊണ്ട് ഇവിടെ കടന്നു വരികയും അവരുടെ ഒരു സംഘം തന്നെ പ്രത്യേക സമയം ചോദിച്ചുകൊണ്ട് അവർക്ക് ദിശ കാണുവാനുള്ള സഹകരണം ചെയ്യുകയും അവർ നന്നായിട്ട് അതിനോട് സഹകരിക്കുകയും ചെയ്തു. അതിന്റെ സ്വാഗത സംഘം മുതൽ അതിന്റെ എല്ലാ കാര്യങ്ങളിലും പത്രക്കാർ സഹകരിച്ചിട്ടുണ്ട്, റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. പത്രക്കാർ മാത്രമല്ല, വിവിധ ചാനലുകളും അതിൻ്റെതായ സഹകരണങ്ങളും പ്രചാരണങ്ങളും നടത്തിയിട്ടുണ്ട്. അവരുടെ പ്രചാരണത്തിന്റെ ഫലമായിക്കൊണ്ടാണ് അത്യപൂർവമായ ഒഴുക്ക് ഈ ദിശയിലേക്ക് ഉണ്ടായത് എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അവർക്ക് പ്രത്യേകമായി കൊണ്ട് നന്ദി രേഖപ്പെടുത്തുവാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നു. ഏതായിരുന്നാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ ഇത് വളരെ മനോഹരമായിട്ടുള്ളതായ ഈ ഹാൾ നമുക്ക് ഒരുക്കി തന്നിട്ടുള്ളത് അതിന്റെ പ്രവർത്തകന്മാർ ആരെന്നുപോലും നമുക്കറിയുകയില്ല. പക്ഷെ ഇന്നലെ മഴ പെയ്തപ്പോഴും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആളുകൾ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റാളുകളിൽ നിൽക്കുന്ന ആളുകൾ പുറത്ത് മഴ പെയ്യുന്നുണ്ട് എന്ന വിവരം പോലും അറിയാത്ത വിധത്തിലാണ് അത് കണ്ടത്. അങ്ങനെ വളരെ ഒരു സുരക്ഷിതത്വത്തോടുകൂടി തന്നെ നമുക്കിത് ഉണ്ടാക്കി തന്ന അത് സംഘടിപ്പിച്ചതായ അതിന്റെ ആളുകളെ, അതിന്റെ പ്രവർത്തകന്മാരെ, അതിന് നേതൃത്വം നൽകിയവരെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. മനോഹരമായിട്ടുള്ള നമ്മുടെ ഈ കവാടം, ദിശയുടെ ഈ കവാടം, ആ കവാടം ഒരുക്കിത്തന്ന അതിന് നേതൃത്വം നൽകിയതായ സഹോദരന്മാരെ പ്രത്യേകമായി ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. നമ്മൾ ഡിസൈൻ ഉണ്ടാക്കി കൊടുത്ത് ഈ 9 ദിവസം കഴിഞ്ഞിട്ടും രാത്രിയാകുമ്പോൾ ഒരു പ്രഭാപൂരിതമായിക്കൊണ്ട് അനുഗ്രഹീതമായ ഒരു കാഴ്ചയായിക്കൊണ്ട് നമുക്ക് ഈ കവാടത്തെ സംവിധാനിച്ചു തന്ന പ്രവർത്തകന്മാരെയും അതിന് നേതൃത്വം നൽകിയവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഓരോ മിടിപ്പുകളും നിരീക്ഷിച്ചുകൊണ്ട് നമ്മളോടൊപ്പം നടന്ന് അവിടത്തെ പോരായ്മകൾ, ഇവിടത്തെ പോരായ്മകൾ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് സഹകരിച്ച് വാഹനം തന്നുകൊണ്ട് ഇത് കഴിയുന്നത് വരെ എന്റെ വാഹനം നിങ്ങൾക്കുള്ളതാണ്, കഴിയുന്നത് വരെ എത്ര ആളുകൾ വന്നാലും വീട്ടിലേക്ക് പറഞ്ഞയച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് മത്സരിച്ചുകൊണ്ട് നിങ്ങൾ എന്താണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാത്തത് എന്ന് ചോദിച്ച അനുഗ്രഹീതമായ കാഴ്ചകൾ ഇതൊക്കെ ഇവിടെ അനുഭവിച്ചതാണ്. ഇതൊന്നും ഇപ്പൊ ഈ സദസ്സിനെ ഇരുത്തി കൂടുതൽ പറയുന്നത് ശരിയല്ല. പക്ഷെ എനിക്കൊന്ന് ഉറപ്പാണ്, ഒരു സമൂഹത്തെ ഒരേ മനസ്സോടുകൂടി നോക്കിക്കണ്ടുകൊണ്ട് ഒരേ വേദിയിൽ ഇരുത്താൻ നമുക്ക് എവിടെ സാധിക്കുന്നുവോ അവിടെയൊക്കെ തന്നെ മതസൗഹാർദ്ദമുണ്ടാകും, സ്നേഹമുണ്ടാകും, ഐക്യമുണ്ടാകും, സാഹോദര്യമുണ്ടാകും. ഇത്തരത്തിലുള്ള ഒരു സാഹോദര്യത്തിന്റെ കേന്ദ്രമായിക്കൊണ്ട് നമ്മുടെ രാജ്യം മാറണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഘമാണ്
ഈ ഡയലോഗ് സെന്റർ എന്ന് പറയുന്നതും ആ ഡയലോഗ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഈ ദിശ ഇവിടെ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. വളരെ കഠിനാധ്വാനം ഇതിനു വേണ്ടി ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ സംസ്ഥാന കൺവീനർ എന്ന് പറയുന്ന എന്നെ മുഹമ്മദ് സാഹിബ് ഈ നാട്ടുകാരനാണ്. നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. സംസ്ഥാന തലത്തിൽ തന്നെ ഡയലോഗ് സെന്ററിന്റെ ഈ പ്രവർത്തനങ്ങൾ, ഈ ദിശ എക്സിബിഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്തും ഇപ്പോൾ തൃശ്ശൂരിലും അദ്ദേഹമാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തൃശ്ശൂർക്കാർക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു വകയുള്ള സംഗതിയാണ്. അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം മാസങ്ങളോളമായി കൊണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റാളുകൾ ഇത്ര മനോഹരമായി ഒരുക്കുന്നതിൽ അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എൻ.എം. അബ്ദുറഹ്മാൻ സാഹിബും ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് സാഹിബും ഒക്കെ തന്നെ വളരെ ത്യാഗം സഹിച്ചുകൊണ്ട് തന്നെ നമ്മളോടൊപ്പം നമ്മെ സഹായിച്ചുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഹൽക്ക അമീർ അതിന്റെ ഉദ്ഘാടനത്തിന്റെ ദിവസത്തിലും അതുപോലെ തന്നെ ഇന്നലെയും വളരെ സമയം ചെലവഴിക്കുകയും ഇവിടെയുള്ള ക്രൈസ്തവ ഹൈന്ദവ നേതാക്കന്മാരുമായി കൊണ്ട് അദ്ദേഹം അഭിമുഖം നടത്തുകയും വളരെ സന്തോഷത്തോടുകൂടി ബൈബിൾ നമ്മുടെ തിരുമേനി ഇങ്ങോട്ട് കൊടുക്കുകയും അതുപോലെ തന്നെ ഖുർആൻ അദ്ദേഹം അമീർ അങ്ങോട്ട് കൈമാറുകയും ചെയ്തുകൊണ്ടുള്ള ഹൃദ്യമായിട്ടുള്ള സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ നാട്ടിൽ നടക്കേണ്ടതുണ്ട്. ഇത് നടക്കുന്നതിന് വിരുദ്ധമായിക്കൊണ്ട് എന്തെല്ലാം കൃത്രിമമായിട്ടുള്ള രീതികൾ ഇവിടെ ഉണ്ടാകുന്നുവോ അതൊക്കെ തന്നെ നമുക്ക് വിഷമമുണ്ടാക്കും. അതുകൊണ്ട് ദിശ നടത്തിയിട്ടുള്ള മഹത്തായ ഓർമ്മ, ഇതുപോലെ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പത്രപ്രവർത്തകന്മാരുടെ കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ദിശയോടനുബന്ധിച്ചുകൊണ്ട് ഒരു പത്രിക ഇവിടെ പുറത്തിറക്കിയിട്ടുണ്ട്. അനുഗ്രഹീതമായിട്ടുള്ള ഒരു ഓർമ്മ പുതുക്കൽ എന്ന നിലക്ക് നമ്മുടെ കുട്ടികൾ തയ്യാറാക്കിയിട്ടുള്ള, വളരെ തിരക്ക് പിടിച്ച് തയ്യാറാക്കിയിട്ടുള്ള, എന്നാൽ മനോഹരമായിട്ടുള്ള ആ പത്രിക ഓരോരുത്തരുടെ കയ്യിലും കൊടുത്തുകൊണ്ടാണ് ദിശ കഴിഞ്ഞ് ഓരോരുത്തരും പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പത്രപ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും സമൂഹത്തിന്റെ വിവിധ ഉയർന്ന തട്ടിലുള്ളതായ നേതാക്കന്മാരും മതാധ്യക്ഷന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും മന്ത്രിമാരും എംപിമാരും ഉൾപ്പെടെയുള്ള ഒരു വലിയ സംഘത്തിന്റെ കൂട്ടായ്മയുടെ ഫലമായിക്കൊണ്ട് സർവശക്തനായ നാഥന്റെ മഹത്തായ അനുഗ്രഹത്താൽ നമുക്കിത് വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. എന്റെ ഈ സമാപന പ്രസംഗത്തിൽ എനിക്ക് പറയുവാനുള്ളത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, മനുഷ്യർ എന്ന നിലക്ക് നമ്മളെല്ലാവരും നാളെ പരലോകത്ത് സ്രഷ്ടാവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്നവരാണ്. യാതൊരു സംശയവുമില്ലാത്ത ഒരു കാര്യമാണ്. സൂര്യന്റെ വെളിച്ചം എത്രമാത്രം സത്യമാണോ, മഴ വർഷിക്കുന്നത് എത്രമാത്രം സത്യമാണോ, നാം ഒക്കെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് എത്രമാത്രം സത്യമാണോ, അതിനേക്കാൾ വലിയ ഒരു സത്യമാണ് നാളെ സ്രഷ്ടാവിന്റെ മുമ്പിൽ മനുഷ്യരായ നമ്മൾ മുഴുവൻ ഹാജരാക്കപ്പെടുമെന്ന്. ആ ഹാജരാക്കപ്പെടുന്ന സമയത്ത് എന്റെ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് വന്നു കിട്ടുകയും ആ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് നീ ജീവിക്കുകയും ചെയ്തിരുന്നുവോ എന്ന സ്രഷ്ടാവിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ, നാഥ ഞങ്ങൾക്കത് വന്നു കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ ആ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നല്ല പരിശുദ്ധരായിക്കൊണ്ട് ജീവിച്ചിട്ടുണ്ട് എന്ന് സ്രഷ്ടാവിന്റെ മുമ്പിൽ മറുപടി പറയാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു അറിവ്, ഒരു ഉൾബോധം, അവബോധം നേടിയെടുക്കുന്ന ഒരവസ്ഥാവിശേഷം ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട്. ആ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു നമ്മളിവിടെ പ്രവർത്തിച്ചത്. സാധാരണഗതിയിൽ നമ്മൾ ഒരുക്കിയ സൗകര്യം ഒരു 3000 ആളുകൾക്കേ ഉള്ളൂ. പക്ഷേ ഓരോ ദിവസവും ഇവിടേക്ക് കടന്നു വന്നത് 6000 മുതൽ 9000-ഉം 10000-ഉം വരെയുള്ള ആളുകളാണ്. നമ്മൾ അവരെ മടക്കി അയച്ചിട്ടില്ല. പരമാവധി സൗകര്യങ്ങൾ ചെയ്തുകൊണ്ട് അവർക്കിത് കാണിച്ചു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ക്യൂവിൽ വളരെ പ്രഗത്ഭരായ വ്യക്തികൾ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അവരെ മാത്രം പലപ്പോഴും പരിഗണിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരാ നിയമം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ ക്യൂവിലൂടെ അങ്ങനെ സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട്. പല സുഹൃത്തുക്കൾക്കും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ ആ വിഷമം സഹിച്ചുകൊണ്ട് നീങ്ങുകയല്ലാതെ ഒരു നിവൃത്തിയുമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി എന്നത് ഖേദത്തോടുകൂടി ഓർക്കുകയാണ്. എന്നിരുന്നാലും അൽഹംദുലില്ലാഹ് അനുഗ്രഹീതമായിട്ടുള്ള ഈ ദിശ എക്സിബിഷൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ വേദനയാണ് നമ്മുടെ മനസ്സുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. അതോടൊപ്പം ഒരു ഓർമ്മയും, ജീവിതത്തിൽ അപൂർവമായി മാത്രം ലഭിക്കുന്ന ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഈ പ്രദേശത്ത് ഇങ്ങനെയുള്ള ഒരു ദിശ ഇനി എത്ര കാലം കഴിഞ്ഞാണ് വരിക എന്ന് നമുക്കാർക്കും പറയുക സാധ്യമല്ല. ഒരു കൂട്ടായ്മ, ഒരു ഒത്തുചേരൽ ഈ രൂപത്തിൽ യാതൊരു പ്രതിഫലവും കാക്ഷിക്കാതെ പടച്ച റബ്ബിന്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ട്
കൊണ്ടുള്ള ഈ ഒത്തുചേരൽ ഇനിയെന്നാണ് സാധിക്കുക എന്ന് നമുക്കാർക്കും പറയുക സാധ്യമല്ലാത്ത വിധത്തിൽ ജീവിതത്തിൽ അപൂർവമായി കടന്നു വരുന്ന അനർഘ നിമിഷങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ അവസാനിക്കാൻ പോകുന്നത്. പക്ഷെ എങ്കിലും നമുക്കൊരു സന്തോഷമുണ്ട്. നമ്മളെല്ലാവരും പടച്ച റബ്ബിന്റെ ദാസന്മാർ എന്ന നിലക്ക് സന്തോഷത്തോടുകൂടി ഇനിയും ഈ ജീവിതത്തെ, ഈ ഓർമ്മയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയേണ്ടതുണ്ട്. മനുഷ്യർ എന്ന നിലക്ക് നേതാക്കന്മാരോട് എനിക്ക് പറയുവാനുള്ളത്, അവരുടെ നേതൃശേഷിയിലുള്ള അവരുടെ കഴിവുകൾ വെച്ചുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, സമൂഹത്തെ നയിക്കുന്നതിൽ സ്നേഹനിർഭരമായിട്ടുള്ള ഈ മനസ്സ് സമൂഹത്തെ നയിക്കുന്നതിൽ അവർ നിലനിർത്തണമെന്നും അനുയായികളെ ആ രൂപത്തിൽ വളർത്താൻ പരിശ്രമിക്കണമെന്നും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പല നേതാക്കളും അത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ അനുയായികളോട് ഞങ്ങളത് പറയും, അവരെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരും. പലരും ഒറ്റയ്ക്ക് കണ്ട് കുടുംബത്തെ ഒന്നിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഓടിപ്പോയി കുടുംബത്തെ കൊണ്ടുവന്ന അനുഭവമുണ്ട്. നാളെ എന്റെ മക്കളെയും എന്റെ ഭാര്യയെയും ഞാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞവരുണ്ട്. എന്റെ നാട്ടിൽ നിന്ന് ഞാൻ 40 ആളുകളെ കൊണ്ടുവന്നു എന്ന് സന്തോഷത്തോടുകൂടി വന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഇതൊക്കെ ഹൃദയത്തിൽ നിന്നുണ്ടായതാണ്. ഈ ഹൃദയ വികാരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. കാരുണ്യവാരിധിയായ തമ്പുരാനെ, ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ തമ്പുരാനെ. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഈ പ്രവർത്തിച്ചത് നിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് മാത്രമാണ്. നാഥ, ഇത് ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ തമ്പുരാനെ. ഇത്രയും അധ്വാനിച്ച് ഞങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ട് നടത്തിയ ഈ പ്രവർത്തനങ്ങൾ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ ദുഃഖിതരാകും, ഞങ്ങൾ നഷ്ടപ്പെട്ടവരാകും, ഞങ്ങൾ എല്ലാ കഷ്ടത്തിന്റെ ആളുകളായി മാറും. അതുകൊണ്ട് നാഥ, നിന്റെ ദീനിന്റെ മാർഗത്തിലുള്ള ഈ പ്രവർത്തനം നാളെ പരലോകത്ത് സൽക്കർമ്മമായി സ്വീകരിക്കുന്ന, സ്വർഗത്തിൽ പ്രവേശനത്തിന് കാരണമായി തീരുന്ന പ്രവർത്തനമായി ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കൾ ചെയ്തിട്ടുള്ള, ഞങ്ങളുടെ സഹോദരന്മാർ ചെയ്തിട്ടുള്ള, ഞങ്ങളുടെ സഹോദരിമാർ ചെയ്തിട്ടുള്ള ഈ സേവനത്തെ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ തമ്പുരാനെ. ക്ലീനിംഗ് വകുപ്പിനെ ഞാൻ പ്രത്യേകമായി എടുത്തു പറയുകയാണ്. ആദ്യം സ്വാഗത സംഘം രൂപീകരിച്ച അതൊരു പണിയൊന്നും ഉണ്ടാവില്ല, അങ്ങനെയാണ് അതിന്റെ കൺവീനറോട് നമ്മൾ പറഞ്ഞത്. അത് കഴിഞ്ഞാൽ കുറച്ച് കടലാസൊക്കെ ഉണ്ടാകും, അതൊക്കെ ഒന്ന് അടിച്ചു വാരാനേ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ ഏറ്റവും അധികം ത്യാഗം സഹിക്കേണ്ടി വന്ന ഒരു വകുപ്പാണ് ക്ലീനിംഗ് വകുപ്പ് എന്ന് പറയുന്നത്. ആ സഹോദരന്മാരെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു. അല്ലാഹുവേ, അവരുടെയും മറ്റെല്ലാ വകുപ്പുകളിലും പ്രവർത്തിച്ച പ്രവർത്തകന്മാരുടെയും പ്രവർത്തനങ്ങളെ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. വിദൂര ദിക്കുകളിൽ നിന്ന് കഷ്ടപ്പെട്ട് ഈ ദിശയെ വിജയിപ്പിക്കുവാൻ വേണ്ടി വന്നിട്ടുള്ള ഞങ്ങളുടെ കുട്ടികളെയും ഞങ്ങളുടെ സ്ത്രീകളെയും സഹോദരന്മാരെയും മറ്റു സമുദായങ്ങളിൽപ്പെട്ട ധാരാളം ഉന്നതരായ വ്യക്തികളെയും ഒരുപാട് സഹോദരന്മാരെയും എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. വർണ്ണഭേദമില്ലാതെ, ജാതിഭേദമില്ലാതെ ക്യൂവിൽ നിന്നുകൊണ്ട് സന്തോഷത്തോടുകൂടി പിരിഞ്ഞു പോകുന്ന ആ കാഴ്ച ഈ നാടിന്റെ ഒരു ചിഹ്നമായി കൊണ്ട് ഞങ്ങൾ കണ്ടു. അല്ലാഹുവേ, ഇതിനെ നിലനിർത്തണമേ തമ്പുരാനെ, ഇതിനെ നീ വളർത്തണമേ തമ്പുരാനെ. നിന്റെ ഈ മഹത്തായ പ്രപഞ്ചത്തിൽ നീ ഉത്കൃഷ്ടരായ സൃഷ്ടികളായിക്കൊണ്ട് ഞങ്ങളെ സൃഷ്ടിച്ചു. ഞങ്ങളുടെ സൃഷ്ടിപ്പിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളും മനുഷ്യൻ എന്ന സൃഷ്ടിക്ക് വേണ്ടി സേവനം ചെയ്യുന്നു. നാഥ, സൃഷ്ടാവായ നിനക്ക് സേവനം ചെയ്യാൻ, നിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുവാൻ, നിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണമേ തമ്പുരാനെ. ഞങ്ങളുടെ സഹോദരന്മാർക്ക് ഈ സന്ദേശം സ്നേഹപൂർവ്വം എത്തിക്കാൻ ഞങ്ങൾക്ക് നീ കാരുണ്യം ചൊരിയണമേ തമ്പുരാനെ. മുൻഗാമികളായ നേതാക്കന്മാരും മുൻഗാമികളായ മഹത്തുക്കളും കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നിന്റെ സ്വർഗത്തിലെത്തിച്ചേരാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് നീ ഒരു ശാപമാക്കരുതേ തമ്പുരാനെ. നീ സ്വസ്ഥതയോടുകൂടി ഞങ്ങൾക്ക് നീ നൽകിയിട്ടുള്ള ഈ മനസ്സിനെ സ്വസ്ഥമായി കൊണ്ട് തന്നെ നിലനിർത്താൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണമേ തമ്പുരാനെ. ഈ ഒരു സമയത്ത് പ്രത്യേകമായി ഞാൻ ഓർക്കുന്നു, ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കേണ്ട ആ മനസ്സിവിടെയുള്ള ഒരുപാട് സഹോദരന്മാർ, സോളിഡാരിറ്റി പ്രവർത്തകന്മാർ ഉൾപ്പെടെയുള്ള സഹോദരന്മാർ രോഗികളായി കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹുവേ, രോഗികളായ ഞങ്ങളുടെ സഹോദരന്മാർക്കും സഹോദരികൾക്കും നീ അവരുടെ രോഗം ശിഫയാക്കി കൊടുക്കണമേ തമ്പുരാനെ. അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കണമേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് യാത്രയായി നിന്നിലെത്തിച്ചേർന്നിട്ടുള്ള ഞങ്ങളുടെ മുൻഗാമികളായ പ്രവർത്തകന്മാരെ, നേതാക്കന്മാരെ, ഞങ്ങളുടെ കാരണവന്മാരെ, ഞങ്ങളുടെ മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നിന്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനെ. ഒരുപാട് സുഹൃത്തുക്കൾ ഇസ്ലാമിനെ പറ്റി കാര്യങ്ങൾ മനസ്സിലാക്കി കൂട്ടാണ് കടന്നുപോയത്. അവർ പറയുന്നു ഞങ്ങൾക്ക് ഇനിയും പഠിക്കണമെന്ന്.
അതിനുള്ള അവസരങ്ങൾ അവർക്ക് നീ തുറന്നു കൊടുക്കണമേ തമ്പുരാനെ. അവർക്കുള്ള പലരും പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ടാണ് പോയത്. അവർക്ക് വായിക്കാനും പഠിക്കാനും താരതമ്യങ്ങൾ നടത്തുവാനുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമേ തമ്പുരാനെ. അവർക്ക് നീ ഹിദായത്തിനെ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. അവർക്ക് നീ വെളിച്ചം നൽകണമേ തമ്പുരാനെ. ഈ നാടിന് വെളിച്ചമായി കൊണ്ട് നിലകൊള്ളാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ജനങ്ങളെ നീ പ്രാപ്തമാക്കണമേ തമ്പുരാനെ. ഈ നാടിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾക്ക് ഈ നാടിനെ നല്ല രൂപത്തിൽ നയിക്കുവാനും ഭരിക്കുവാനുമുള്ള കഴിവ് നീ നൽകണമേ തമ്പുരാനെ. ഈ നാടിനെയും ഈ പ്രദേശത്തെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കും ഭരണാധികാരികൾക്കും നല്ല രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവ് നൽകണമേ തമ്പുരാനെ. അവരുടെ ഹൃദയങ്ങളിൽ ആദർശത്തിന്റേതായ പരിശുദ്ധിയും ജീവിത വിശുദ്ധിയും നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ ദിശയെ നീ വിജയിപ്പിച്ചു. നിന്റെ മഹത്തായ കൃപയാൽ കാരുണ്യത്താൽ പരിസര പ്രദേശങ്ങളിൽ നിന്ന് തുരുതരാ ഫോണുകൾ വരികയായിരുന്നു. ദിശ നടക്കുമോ? ഇവിടെ ശക്തിയായ മഴ പെയ്യുകയാണ്. MI അബ്ദുൽ അസീസ് സാഹിബ് ഇന്ന് രാവിലെ വിളിച്ചു, ഇന്ന് അങ്ങോട്ട് വരണോ, എന്താ സ്ഥിതി എന്ന് ചോദിച്ചു. എന്തേന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇവിടൊക്കെ നല്ല കോരി ചെറിയാണ് സുബഹിന്റെ സമയത്ത്. ഞങ്ങൾ പറഞ്ഞു, ധൈര്യമായിട്ട് വന്നോളൂ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇവിടെ ഒരു ചെറിയ ചാറൽ മഴ മാത്രമേ ഉള്ളൂ എന്ന്. ആ ചാറൽ മഴയെ ഇന്നലെ വൈകുന്നേരം മുതൽ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇന്ന് പ്രഭാതമായപ്പോൾ അന്തരീക്ഷം തെളിഞ്ഞു. നമുക്കൊക്കെ തന്നെ ചൂടില്ലാതെ സുഖമായിക്കൊണ്ട് കഴിഞ്ഞുകൂടാൻ കഴിഞ്ഞു. വെള്ളം വിതരണം ചെയ്യുന്ന വകുപ്പിന്റെ ആളുകൾ മാത്രമേ ഒരു സങ്കടം പറഞ്ഞിട്ടുള്ളൂ, കുടിവെള്ളം 2 ദിവസമായിട്ട് ചെലവ് കുറവാണ് എന്നുള്ളത്. അല്ലാഹുവേ, നിനക്ക് സ്തുതി. അൽഹംദുലില്ലാ. കാരുണ്യവാരിധിയായ തമ്പുരാനെ, നിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന നിന്റെ അടിയാറുകളെ നീ ഒരിക്കലും തന്നെ കഷ്ടപ്പെടുത്തുകയില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളോട് നീ കാരുണ്യം കാണിക്കണമേ, ഞങ്ങളോട് നീ കൃപ കാണിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ അധ്വാന പരിശ്രമങ്ങളെ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. ഇതിൽ വല്ല അഹങ്കാരമോ വല്ല പോരായ്മയോ ഞങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നാഥ, ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. اللهم انصرنا يا خير الناصرين. اللهم ارحمنا يا ارحم الراحمين. اللهم اغفر لنا ذنوبنا يا غافر المذنبين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم. السلام عليكم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى عباد الله الصالحين. വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, സദസ്സിലെ മാന്യ സഹോദരങ്ങളെ, 9 ദിവസമായി ഇവിടെ നടന്നു വന്ന ദിശ എക്സിബിഷൻ ഇവിടെ സമാപിക്കുകയാണ്. ഇതിനാദ്യമായി പടച്ച തമ്പുരാനോട് നന്ദി പറയുകയാണ്. പ്രപഞ്ചനാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി പറയേണ്ട ഒരുപാട് ആളുകളെ സമാപന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു കഴിഞ്ഞു. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ഒരു പ്രദർശനം എന്നത് ഇവിടെ കൂടിയ പലർക്കും ഒരു അപരിചിതമായ ഒന്നാണ്. നിരവധി പ്രദർശനങ്ങൾ കണ്ട് പഴകിയ നമുക്ക് നമ്മുടെ ജീവിതത്തിന് ദിശ മാറ്റാൻ പ്രാപ്തമായ രീതിയിലുള്ള ഒരു പുതുമയാർന്ന ആകർഷകമായ ഒരു പരിപാടിയായിരുന്നു ഇത് എന്ന് എല്ലാ സഹോദരങ്ങളും ഒരുപോലെ മനസ്സിലാക്കിയിരിക്കുകയാണ്. എന്നാൽ ഇതിന്റെ പിന്നിൽ രാപ്പകലുകളില്ലാതെ, മഴയെന്നോ വെയിലെന്നോ വ്യത്യാസമില്ലാതെ, പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ നിരന്തരമായി പ്രവർത്തിച്ച നിരവധി പ്രവർത്തകരെ ഓർക്കാതെ വയ്യ. സ്വന്തം ജോലിയും കുടുംബവും ഉപേക്ഷിച്ചുകൊണ്ട്, മറ്റെല്ലാ സാമൂഹ്യ ബന്ധങ്ങളും നിർത്തിവെച്ചുകൊണ്ട് ഈ മൈതാനത്ത് ഒരുമിച്ച് കൂടി പ്രവർത്തിക്കുകയും ഒരുമിച്ച് ഉറങ്ങുകയും ചെയ്ത ഒരുപാട് സഹോദരങ്ങൾ ഇന്ന് ഇവിടെയുണ്ട്. അല്ലാഹുവേ, ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങളെ നീ സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ ദിശ ഇവിടെ സമാപിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് സന്തോഷമുണ്ട്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ വളരെ നല്ല രീതിയിൽ അത് സമാപിക്കുകയാണ്. ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് 10,000-കണക്കിന് ആളുകളാണ് നമ്മുടെ സ്റ്റാളുകൾ സന്ദർശിച്ചിട്ടുള്ളത്. എന്തായാലും
പ്രപഞ്ചനാഥന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അല്പമെങ്കിലും അവരുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ഇത് നിമിത്തമായി എന്നത് സന്തോഷകരമായൊരവസ്ഥയാണ്. മനുഷ്യനെന്ന നിലക്ക് മനുഷ്യനെയും മനുഷ്യന്റെ വ്യക്തിയെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും എങ്ങനെയാണ് ദൈവത്തിന്റെ നിയമങ്ങൾ നിർദ്ദേശങ്ങൾ എന്നത് അല്പം ചില മണിക്കൂറുകളിലൂടെ ദൃശ്യാവിഷ്കാരത്തിലൂടെ സന്ദർശകരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്നത് സന്തോഷകരമായൊരവസ്ഥയാണ്. ഇത് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രവർത്തകർ മാത്രമല്ല, അതല്ലാത്ത ഒരുപാട് മേഖലയിലുള്ള ആളുകളും ഈ സംരംഭത്തോട് സഹകരിച്ചു എന്നത് നന്ദിപൂർവ്വം ഓർക്കുകയാണ്. മെഡിക്കൽ വിഭാഗത്തിലും മറ്റുള്ള ആളുകൾ, അതുപോലെ തന്നെ ഒരുപാട് സാമാന്യ സഹോദരങ്ങൾ ഈ മാർഗത്തിൽ നമ്മെ സഹകരിച്ചിട്ടുണ്ട്. അതെല്ലാം അല്ലാഹു സാലിഹായ അമലായി സ്വീകരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഇവിടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തവരെ നന്ദി പറയുക എന്നാണ് എന്റെ ഡ്യൂട്ടി. അതോടൊപ്പം നമ്മുടെ ഈ സമ്മേളനം 9 ദിവസം പിന്നിട്ടു എന്നതും നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ സെമിനാറുകളും സംവാദങ്ങളും ചർച്ചകളുമായി ഈ സദസ്സ് ധന്യമാക്കിയിട്ടുണ്ട് എന്നത് ഇവിടെ കൂടിയ ഓരോ മനുഷ്യർക്കും അറിയാം. അതുകൊണ്ട് ഓരോ ദിവസവും നടന്ന ഓരോ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു, പഠനാർഹമായിരുന്നു, ചിന്താർഹമായിരുന്നു എന്നത് നമ്മെ ഒന്നുകൂടി ഉത്സുകരാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ സമ്മേളനം ഇവിടെ സമാപിക്കുമ്പോൾ ഇതിൽ സംബന്ധിച്ച മാന്യ വ്യക്തികളെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ഇതിൽ സംബന്ധിച്ചത് ഈ എക്സിബിഷന്റെ പ്രധാന കൺവീനറായ എന്നെ മുഹമ്മദ് സാഹിബാണ്. മറ്റൊരു മഹൽ വ്യക്തി അധ്യക്ഷൻ വഹിച്ച ജമാഅത്തെ ഇസ്ലാമി കേരള അസിസ്റ്റന്റ് അമീർ സഹോദരൻ അബ്ദുൽ അസീസ് സാഹിബ് അവറുകളാണ്. ഈ പരിപാടി ധന്യമാക്കാൻ എത്തിച്ചേർന്ന മറ്റു സഹോദരങ്ങൾ, ഒന്ന് SNDPയുടെ മുൻ ചെയർമാൻ മുൻ പ്രസിഡന്റ് ഡോക്ടർ KK രാഹുലൻ അവറുകളാണ്. മറ്റൊന്ന് SIO പ്രസിഡന്റ് സാലിഹ്, പിന്നെ അതുപോലെ തന്നെ ഈ സ്വാഗതസംഘം ചെയർമാൻമാരായ അഡ്വക്കേറ്റ് RV മുഹമ്മദ്, മറ്റൊന്ന് PK കാദമോൻ സാഹിബ് തുടങ്ങിയ മഹൽ വ്യക്തിത്വങ്ങളാണ് നമ്മുടെ ഈ സമാപന സമ്മേളനത്തെ ധന്യമാക്കാൻ എത്തിയത്. ഈ മഹൽ വ്യക്തികൾക്ക് ഈ എക്സിബിഷന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും ഞാൻ അവർക്ക് അഗൈതമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഈ സദസ്സിനെയും ഈ എക്സിബിഷനെയും ധന്യമാക്കാനെത്തിയ എല്ലാ മാന്യ സഹോദരങ്ങൾക്കും എന്റെ പേരിലും പ്രസ്ഥാനത്തിന്റെ പേരിലും ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുകൂടൽ ധന്യമായ കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.